ക്രിസ്മസ് ആശംസിക്കാനെത്തിയ പ്രധാനമന്ത്രിയോട് ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്നതിന്റെ വേദനയും പങ്കുവച്ചിട്ടുണ്ടെന്ന് CBCI അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത്. നരേന്ദ്രമോദിയെ BJP പ്രതിനിധി എന്ന നിലയിലല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിലാണ് ക്ഷണിച്ചതെന്നും ബിഷപ്പ് പറഞ്ഞു. ഒരിടത്ത് വിരുന്നും ഒരിടത്ത് തകർക്കലുമെന്ന വിമർശനവുമായി ഓർത്തഡോക്സ് സഭയുടെ തൃശൂർ ഭദ്രാസനാധിപൻ യുഹാനാൻ മാർ മിലീത്യോസ് രംഗത്തെത്തി. സഭയ്ക്ക് ആരോടും നിഷേധാത്മക സമീപനമില്ലെന്ന് ഓർത്തഡോക്സ് സഭാ പരമാധ്യക്ഷൻ അറിയിച്ചു. പാലക്കാട്ടെ പുൽക്കൂട് തകർക്കൽ വിവാദം തണുപ്പിക്കാൻ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യവുമായി BJPയും രംഗത്തെത്തിയിരിക്കുന്നു. അതായത് ക്രിസ്മസ് തലേന്നും ഈ വിഷയമാണ്, പുൽക്കൂടും കേക്കുമാണ് നമ്മുടെ ചർച്ചാ വിഷയം. ഈ ചർച്ചയിൽ ശ്രീ ഷോൺ ജോർജ് BJP പ്രതിനിധീകരിച്ച, ശ്രീ M പ്രകാശൻ മാസ്റ്റർ CPM, ശ്രീ രാജു P നായർ കോൺഗ്രസ്, ശ്രീ ഷൈജു ആന്റണി അൽമായ മുന്നേറ്റം എന്നിവർ. ആദ്യം ശ്രീ ഷൈജു ആന്റണി, ഇന്ന് തൃശൂർ ആർച്ച് ബിഷപ്പ് CBCIയുടെ അധ്യക്ഷൻ CBCI എന്തുകൊണ്ട് നരേന്ദ്രമോദിയെ ക്ഷണിച്ചു എന്ന് വിശദീകരിച്ചു. അദ്ദേഹം പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി ഭാരത കത്തോലിക്ക മെത്രാൻ സഭയുടെ ആസ്ഥാനത്തെത്തി ആ ക്രിസ്മസ് ഈവിൽ പങ്കെടുത്തതിൽ വലിയ സന്തോഷം രേഖപ്പെടുത്തുന്നു. ഒപ്പം ഒരു കാര്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്, രാജ്യത്ത് ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്നതിന്റെ വേദന പ്രധാനമന്ത്രിയോട് പങ്കുവച്ചിട്ടുണ്ട് എന്നുള്ളത്. അതായത് വളരെ പോസിറ്റീവായ ഒരു കാര്യമായിട്ടാണ് CBCI പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ കാണുന്നത്. അത് ആ നിലയ്ക്ക് തന്നെ സഭയ്ക്കും ഗുണകരമായി വരും എന്ന് നമുക്ക് വിചാരിക്കാമോ? ഹലോ, കേൾക്കാം. കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ, കേൾക്കാമോ? കേൾക്കാം. അഭിലാഷ്, CBCI പ്രസിഡന്റ് ആൻഡ്രൂസ് താഴത്ത് ക്രൈസ്തവരുടെ ആക്രമിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ഇന്ത്യയിലെങ്ങും ആക്രമിക്കപ്പെടുന്ന വിഷയം, അതിനെക്കുറിച്ചുള്ള വേദന പങ്കുവച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് തീർച്ചയായും സ്വാഗതാർഹമാണ്. ഇപ്പോഴെങ്കിലും ഇത് പറഞ്ഞു എന്നുള്ളതിൽ നമ്മൾക്ക് വലിയ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം മണിപ്പൂരിൽ അതിശക്തമായ ക്രൈസ്തവ ആക്രമണങ്ങൾ നടന്ന സമയത്ത് ഇതേപോലത്തെ വിരുന്നുകളുണ്ടായിരുന്നു. ആ വിരുന്നുകളിലൊന്നും ഇവർ ഇത്തരം ഒരു അഭിപ്രായം പറഞ്ഞില്ല എന്നുള്ളത് മാധ്യമങ്ങളും ഞങ്ങളും വിശ്വാസികളുമെല്ലാം വലിയ വിമർശനമായി ഉയർത്തിയിരുന്നു. ആ സമയത്താണ് ഇപ്പോൾ ഇദ്ദേഹം വളരെ കൃത്യമായി ഈ കാര്യം പറയുന്നത്. ഇത് ഞാൻ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ സമയത്ത് പെടുത്തി എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരല്പം നാളുകൾക്ക് മുമ്പ് ക്രിസ്ത്യാനികൾ ഈ ക്രിസ്മസ് ആഘോഷിക്കുന്നത് അവിടെയും ഇവിടെയും എല്ലാം ചില പൊട്ടലും ചീറ്റലുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊരു വലിയ സംഭവമൊന്നും ആയിരുന്നില്ല. ലോകത്തെല്ലായിടത്തും ക്രിസ്ത്യാനികൾക്കൊപ്പം സകല മതത്തിലുള്ളവരും സകലരും ഒരുമിച്ച് ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. ക്രൈസ്തവർ എല്ലായിടത്തും ഒരുമിച്ച് ക്രിസ്മസ് ആഘോഷിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ചില പ്രത്യേക ഇടങ്ങളിൽ, പ്രത്യേകിച്ച് RSSനും മേൽക്കൈയുള്ള ചില പ്രത്യേക ഇടങ്ങളിൽ ഈ ക്രിസ്മസ് ആഘോഷത്തെ അപലപിച്ചുകൊണ്ട് ചില പ്രസ്താവനകൾ വന്നിരുന്നു. ആ പ്രസ്താവനകൾ വന്നപ്പോൾ ഇത് വളരെ നിർദോഷകരമായ ഒറ്റപ്പെട്ട സംഭവങ്ങളായി നമ്മൾ കണക്കുകൂട്ടി. അങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എന്ന ധാരണയിൽ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഒറ്റപ്പെട്ട സംഭവം എന്ന് കണക്ക് കൂട്ടിയത് വലിയ തെറ്റായിപ്പോയി. വലിയ ഭീതി പരത്തുന്ന തരത്തിൽ പലയിടത്തും ക്രിസ്മസ് ആഘോഷങ്ങൾ പോലും 2023 UPയിലെ ചില മേഖലകളിലും മധ്യപ്രദേശിലും രാത്രികാല ശുശ്രൂഷകൾ പോലും നിർത്തിവെച്ചു എന്ന് ഓർക്കണം. ഭയം കൊണ്ടാണ്, പേടിച്ചിട്ടാണ്. ഛത്തീസ്ഗഡിലെ പല ഗ്രാമങ്ങളിലും അവർ ക്രിസ്മസ് സ്റ്റാറുകൾ തൂക്കാൻ ഭയപ്പെടുന്നു. എന്തുകൊണ്ടാണ്? അവരുടെ വീടുകൾക്ക് മുമ്പിൽ ഒരു ക്രിസ്മസ് സ്റ്റാർ തൂക്കിയാൽ നാളെ ഒരു സംഘം ആളുകൾ വന്ന് ആക്രമിച്ചേക്കുമോ എന്ന ഭയത്തിൽ അവർ കഴിയുന്നു. ഒരു വല്ലാത്തൊരവസ്ഥ സംജാതമായി അവിടെ. അത്തരമൊരു തുടക്കം ഇവിടെ കേരളത്തിലും ഉണ്ടായോ എന്ന് നമ്മൾ ഭയപ്പെട്ടു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഈ കൊല്ലത്തെ ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? അത്തരമൊരു തുടക്കം ഇത് വളരെ നിസാരമാണ്. അവിടെയും ഇവിടെയും ഉണ്ടായ ചില പൊട്ടിച്ചീറ്റലുകൾ അല്ലേ, അല്ലെങ്കിൽ ഏതാനും ചില VHP വിശ്വ ഹിന്ദു പരിഷത്തുകാർ പറഞ്ഞതല്ലേ, അതിന് BJPയുമായി കൂട്ടിക്കെട്ടേണ്ടതുണ്ടോ എന്നൊന്നും ചോദിച്ച് സമയം കളയേണ്ട സമയമല്ല ഇത്. വളരെ കൃത്യമായി അല്ല, അവിടെ എനിക്കൊരു സംശയമുള്ളത് ശ്രീ ഷൈജു ആന്റണി, ഇന്നിപ്പോൾ ആൻഡ്രൂസ് താഴത്ത് പിതാവ് പറഞ്ഞത് ചില ഫ്രിഞ്ച് എലമെന്റ്സ് കുഴപ്പമുണ്ടാക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു എന്നാണ്. ശരിക്കും VHP ഒരു ഫ്രിഞ്ച് എലമെന്റ് ആണോ? VHP വിശ്വ ഹിന്ദു പരിഷത്ത് 1964 BJPയുടെ അതേ പാരന്റ് ഓർഗനൈസേഷനായ സംഘിന്റെ സംഘ് പരിവാറിലെ അംഗമായി തുടങ്ങിയ
MS ഗോൾവാൾക്കറുടെ കൂടി നേതൃത്വത്തിൽ തുടങ്ങിയ ഒരു സംരംഭമാണ്. VHP നേതാക്കൾ BJPയുടെ MP മാരായി പാർലമെന്റിൽ ഇരിക്കുന്നുണ്ട്. VHP ഈ പറഞ്ഞ സംഘ കുടുംബത്തിലെ ഒരു അംഗമാണ്, വഴിയെ പോകുന്ന ആളുകളൊന്നുമല്ല. അപ്പോൾ ഫ്രിഞ്ച് എലമെന്റ്സ് ആണ്. ആരോ വന്ന് ഞങ്ങളെയൊക്കെ ആക്രമിക്കുന്നുണ്ട് കേട്ടോ, ഞങ്ങളെ രക്ഷിച്ചാൽ കൊള്ളാം എന്ന മട്ടിലാണോ സഭാ നേതൃത്വം പ്രധാനമന്ത്രിയോട് ഇക്കാര്യങ്ങൾ പറയേണ്ടത്? ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല പറയേണ്ടത്. വളരെ കൃത്യമായി സഭാ നേതൃത്വത്തിന്റെ അടുക്കലും ഈ ക്രിസ്ത്യൻ പെർസിക്യൂഷൻ നേരിടുന്ന വിവിധ സംഘടനകളുടെ അടുക്കലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നതിന്റെ കണക്ക് അതിരൂക്ഷമായി ഉയർന്നു പോകുന്നു, ഗ്രാഫ് ഉയർന്നു പോകുന്നു എന്ന് വളരെ വ്യക്തമായ കണക്കുകൾ സഹിതം, അത് വെറുതെ കണക്കുകളല്ല, അത് പോലീസ് സ്റ്റേഷനിൽ FIR ഫയൽ ചെയ്തിട്ടുള്ളതിന്റെ കണക്കുകൾ മാത്രം വെച്ച് വളരെ കൃത്യമായ കണക്കുകൾ ഈ ബിഷപ്പുമാരുടെ കയ്യിലുണ്ട്, CBCIയുടെ കയ്യിലുണ്ട്. അത് CBCI വളരെ കൃത്യമായി പറയേണ്ടതാണ്. ഇത് ഫ്രിഞ്ച് എലമെന്റ്സ് ആണ് എന്നിവർ പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവർ പറയുന്നത് BJP ഒരു രാഷ്ട്രീയ കക്ഷിയാണ്, BJP ഇത് ചെയ്യുന്നില്ല. എന്നാൽ വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്നത് BJPയുടെ ഒരു പോഷക സംഘടനയല്ല എന്ന് വിശ്വസിക്കാൻ ഇവിടെയുള്ള സാമാന്യ ബോധമുള്ള ഒരു മനുഷ്യനും സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ശ്രീരാമസേന ഒരിടത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെ ഓരോ സ്ഥലത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മറ്റു ചില ആളുകളാണ്, BJP അല്ല, വേറെ ചില സംഘടനകളാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കാനാണ് ഈ ഫ്രിഞ്ച് എലമെന്റ്സിന്റെ പ്രയോഗം നടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരം പ്രയോഗം അമ്പേ പരാജയമാണ്. ഇവിടെയുള്ള സാമാന്യ മനുഷ്യർക്ക് എല്ലാവർക്കും വളരെ കൃത്യമായി കാര്യങ്ങൾ അറിയാമെന്നേ. അതറിയാത്തത് കൊണ്ടല്ല ഈ പെരുമ്പാവൂര് ഒരു സിസ്റ്റർ റാണി മരിയയെ കുത്തിക്കൊന്നത് അത് BJP-കാരനല്ല, അതൊരു ഫ്രിഞ്ച് എലമെന്റ് ആണ്. സ്റ്റാൻ സ്വാമിക്ക് അപകടം നേരിട്ടപ്പോ ഇതിനെതിരെ ചെയ്തത് അത് BJP-കാരനല്ല, അതൊരു ഫ്രിഞ്ച് എലമെന്റ് ആണ്. കാന്ധമാലിൽ കൂട്ടക്കൊല ഉണ്ടായപ്പോ അത് BJP-കാരല്ല, അതൊരു ഫ്രിഞ്ച് എലമെന്റ് ആണ്, RSS-കാരല്ല. ഞാൻ പറഞ്ഞത് നൂറുകണക്കിന് സംഭവങ്ങൾ, മണിപ്പൂരിൽ 300-ലേറെ ദേവാലയങ്ങൾ അടിച്ച് തകർക്കപ്പെട്ടപ്പോ, പുൽക്കൂടുകൾ അടിച്ച് തകർക്കപ്പെട്ടപ്പോ, ക്രിസ്തുദേവന്റെ പ്രതിമകൾ അടിച്ച് തകർക്കപ്പെട്ടപ്പോ ഇതൊന്നും ഫ്രിഞ്ച് എലമെന്റ്സ് ആണ്, അതൊന്നും BJP നേരിട്ടല്ല ചെയ്തത് എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറാനാകുമോ എന്ന സംശയം ഇവിടെയുള്ള സകല മനുഷ്യരിലുമുണ്ട്. ഞാൻ പറഞ്ഞത് ഇവിടെയുള്ള ക്രിസ്ത്യാനികളിൽ ഉണ്ടെന്നല്ല, ഇവിടെയുള്ള സകല മനുഷ്യർക്കും ആ സംശയമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അയ്യപ്പ ഭജന നടക്കുന്ന ഇടത്ത് ക്രിസ്മസ് കരോള് വന്നപ്പോ സ്നേഹപൂർവ്വം സ്വീകരിച്ചൊരു സമൂഹം ഇവിടെ ഉണ്ട്. ഞങ്ങളുടെ ഈ തൃപ്പൂണിത്തുറയിൽ ക്രിസ്മസ് കരോള് ചെന്നപ്പോ സ്നേഹപൂർവ്വം സ്വീകരിച്ച ഒരു മുസ്ലിം സമൂഹത്തിന്റെ ഒരു കൂട്ടായ്മ ഇവിടെയുണ്ട്. അതിന്റെയൊക്കെ ചിത്രങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ പരമ്പരാഗതമായി തന്നെ കേരളത്തിന്റെ ഒരു സംസ്കാരം അങ്ങനെയാണ്. ക്രിസ്മസ് കരോൾ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ മാത്രമല്ല, അത് എല്ലാ മതസ്ഥരും സാന്റാക്ലോസ് വീട്ടിലെത്താൻ കാത്തിരിക്കും. എല്ലാ മതസ്ഥരും, പ്രത്യേകിച്ച് കുട്ടികൾ, ഈ കരോളിൽ അണിനിരക്കും. അതൊക്കെ സ്വാഭാവികമായി സാധാരണയായി നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്ന ഒന്നാണ്. ഷോൺ ജോർജ്, BJP ഇന്നലെ താമരശ്ശേരി ബിഷപ്പ് ഹൗസിൽ നിന്ന് കേരളത്തിലെ സ്നേഹ സന്ദേശ യാത്ര ആരംഭിച്ച അതേ ദിവസം തന്നെയാണ് കേരളം ഈ ക്രിസ്ത്യാൻ സമൂഹം നേരിടുന്ന വലിയ ആക്രമണം കൂടി ചർച്ച ചെയ്തത്. രണ്ടിടത്ത് പാലക്കാട്, ഒറ്റ താലൂക്കിൽ, ചിറ്റൂർ താലൂക്കിൽ രണ്ടിടത്ത് ക്രിസ്മസ് ആഘോഷത്തിന് തടസ്സം വന്നു. അതിൽ തന്നെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ജില്ലാ നേതാക്കൾ, ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ് അറസ്റ്റിലായി റിമാൻഡിലായിട്ടുള്ളതും. അപ്പോൾ ഈ സാഹചര്യത്തിൽ ക്രിസ്ത്യൻ സമൂഹത്തോട് ഞങ്ങൾക്ക് നിങ്ങളോട് സ്നേഹമാണ് എന്നെങ്ങനെ BJP പറഞ്ഞു ബോധ്യപ്പെടുത്തും? ആദ്യമായി തന്നെ പറയട്ടെ, ഏവർക്കും ക്രിസ്മസിൻ്റെ പുതുവത്സരത്തിൻ്റെ ആശംസകൾ നേരുന്നു. ഞാൻ പാലാ രൂപതക്കാരനായ അനാമ്പള്ളം തലയിൽ വീണ നല്ലൊരു സത്യക്രിസ്ത്യാനിയാണ്. അതിന് ആർക്കും ആക്ഷേപമില്ല എന്ന് വിശ്വസിക്കുന്നു. അവിടെ നടന്നിട്ടുള്ള ഏതെങ്കിലും കാര്യത്തെ, അവിടെ നടന്നിട്ടുള്ള സംഭവവികാസങ്ങളെല്ലാം ഇതിനു മുമ്പ് ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ആ സംഭവവികാസങ്ങളെ ഒന്നും BJP ന്യായീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല, BJP അതിനെ തള്ളിക്കളയുമെന്ന് മാത്രമല്ല, ശക്തമായ നടപടിയും കേന്ദ്രമന്ത്രി ഉൾപ്പെടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ ശക്തമായ നടപടിയും ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. എനിക്ക് മുമ്പ് സംസാരിച്ച കോൺഗ്രസിന്റെ പ്രതിനിധിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറഞ്ഞ പോലെ തീർച്ചയായിട്ടും ക്ഷമിക്കണം. എന്ത് തന്നെയാണെങ്കിലും ഇവിടെ പാലായിൽ ബിഷപ്പിൻ്റെ വീട്ടിലേക്ക്, പാലാ ബിഷപ്പ് ഹൗസിലേക്ക് ഒരു അക്രമ സമരം നടക്കുകയും
ആ ബിഷപ്പിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെതിരെ, പാല കല്ലറങ്ങാട്ട് പിതാവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെതിരെ പ്രകടനം, ഒരു പ്രമുഖ തീവ്രവാദ സംഘടന പാലായിലേക്ക് പ്രകടനം നടത്തുകയും ചെയ്തപ്പോൾ ഈ പറഞ്ഞ പ്രതിഷേധക്കാരെ ഒന്നും ഞാൻ കണ്ടില്ല. ഇനി പോട്ടെ, നാളെ ക്രിസ്മസ് ദിനമാണ്. ഏതൊരു ക്രൈസ്തവനെ സംബന്ധിച്ചും, ക്രൈസ്തവനല്ല അതിനപ്പുറത്തേക്ക് ലോക ജനതയ്ക്ക് നാളെ ഏറെ ആഘോഷങ്ങളുടെ ഒരു ദിവസമാണ്. പക്ഷേ മുനമ്പം എന്ന് പറയുന്നൊരു നാടുണ്ട് ഈ എറണാകുളത്തിന് തൊട്ടടുത്ത്. ഈ പറയുന്ന വ്യക്തിയുടെ അവിടെ നിന്നൊരു 30-40 കിലോമീറ്റർ ഉള്ളൂ. അവിടെ ഒന്ന് പോകണം. നാളെ അവിടെ പട്ടിണി സമരം നടക്കുകയാണ്. അവിടെയൊന്നും ഇവർക്ക് ഈ മതേതരത്വം ഒന്നും എവിടെയും ഇല്ല. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഈ സംഭവത്തെ 100% BJP. ഇന്ന് ഞാൻ ഈ പാർട്ടിയിൽ വന്നിട്ട് 11 മാസമായിരുന്നു. 11 മാസമാണ് ഞാൻ BJPയിലുള്ളത്. ഞാൻ എൻ്റെ വിശ്വാസങ്ങൾക്ക് ഞാൻ മനസ്സിൽ തൊട്ടുകൊണ്ട് പറയട്ടെ, എൻ്റെ വിശ്വാസങ്ങളെ അങ്ങേയറ്റം ബഹുമാനിക്കുകയും എൻ്റെ വിശ്വാസങ്ങൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തിട്ടുള്ളൊരു പ്രസ്ഥാനമാണ് BJP. അതിലുപരി അല്ല, അത് ഷിഷോൺ താങ്കളുടെ വ്യക്തിപരമായ അനുഭവം, ഓക്കെ, താങ്കളുടെ വ്യക്തിപരമായ അനുഭവത്തെ ഞാൻ റദ്ദാക്കി കാണുന്നില്ല. പക്ഷേ നോക്കൂ, ഇപ്പൊ താങ്കൾ തന്നെ സൂചിപ്പിച്ച 2 വിഷയങ്ങൾ എടുക്കൂ. ഇപ്പോൾ പാലാ ബിഷപ്പ് അവിടെ നിന്ന് ഒരു പ്രസ്താവന നടത്തി, നർക്കോട്ടിക് ജിഹാദ് എന്ന ഒരു പരാമർശം നടത്തി. മുസ്ലിം മതവിഭാഗത്തിൽ സാമാന്യം വലിയ തോതിലുള്ള വിഷമം അക്കാര്യത്തിൽ ഉണ്ടായി. ഒരു സംഘടന അവിടേക്ക് ബിഷപ്പ് ഹൗസിലേക്ക് പ്രകടനം നടത്തി. അതിനുശേഷം നോക്കൂ, രാഷ്ട്രീയ നേതാക്കൾ, കേരളത്തിന്റെ മന്ത്രിസഭയിലെ മന്ത്രി VN വാസവൻ അടക്കം, മന്ത്രി VN വാസവൻ ബിഷപ്പിനെ തൊട്ടടുത്ത ദിവസം സന്ദർശിച്ചതാണ്. കോൺഗ്രസിന്റെ നേതാക്കളും പോയിട്ടുണ്ട്. അതുകൊണ്ട് ആരും പോയിട്ടില്ല, ആരും ഐക്യദാർഢ്യപ്പെട്ടില്ല, എല്ലാവരും ഈ സമരത്തിനൊപ്പമായിരുന്നു പറയരുത്. ഒന്നാമത്തെ കാര്യം. 2, മുനമ്പം വിഷയത്തിൽ സർക്കാർ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കുകയും VD സതീശൻ പിതാവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. അങ്ങനെ ന്യായീകരിക്കരുത്. അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ ആളാണ് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ്. ആ വിഷയത്തിലൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ. അതൊക്കെ വെറുതെ തെറ്റാണ്. അടുത്ത വിഷയം, പിതാവിനെതിരെ നിയമ നടപടി മുനമ്പം വിഷയത്തിൽ സ്വാഭാവികമായും കേരളത്തിൽ 153A അനുസരിച്ചുള്ള കേസ് വെള്ളാപ്പള്ളി നടേശൻ എടുത്തിട്ടില്ലേ? ഇതുപോലെയുള്ള ഒരു വിഷയത്തിൽ അതൊക്കെ സ്വാഭാവികമാണ്. അങ്ങനെ കേസ് എടുത്തിട്ടില്ല, എടുക്കാമായിരുന്നു എന്ന് വേണമെങ്കിൽ കഴിഞ്ഞിട്ടില്ല. രണ്ടാമത്തേത് മുനമ്പം വിഷയത്തിൽ CBCIയുടെ പരിപാടിക്ക് ഔദ്യോഗിക അതൊക്കെ ആയിക്കോട്ടെ, സ്വാഭാവികം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി മുനമ്പം വിഷയത്തിൽ അവിടെ ജുഡീഷ്യൽ കമ്മീഷൻ നിയോഗിക്കുകയും രാമേന്ദ്രൻ നായർ ജനുവരി മാസം 4-ാം തീയതി അവിടെ പോയി കാര്യങ്ങൾ തെളിവെടുക്കാൻ ഇരിക്കുകയൊക്കെ ചെയ്യാണെന്ന് പറഞ്ഞാൽ മുനമ്പം വിഷയത്തിലും താൽക്കാലിക പരിഹാരമായിട്ടുണ്ട്. അന്തിമ പരിഹാരം 2-3 മാസത്തിനുള്ളിൽ സമയബന്ധിതമായി ഇക്കാര്യത്തിൽ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു കൺഫ്യൂഷനും അടിസ്ഥാനമില്ലാതിരിക്കെ ഈ 2 വിഷയങ്ങളും ഈ സമയത്ത് അപ്രസക്തമാണ്. ക്രിസ്മസിന് തലേന്ന് പ്രസക്തമായിട്ടുള്ളത് നമ്മുടെ നാട്ടിലും നേരത്തെ ഷൈജു ആന്റണി പറഞ്ഞതുപോലെ ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും ഒക്കെ ഉണ്ടാവുന്നത് പോലെ ക്രിസ്മസ് ആഘോഷം തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ കാര്യങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ക്രിസ്മസിന് തലേന്ന് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഏകപക്ഷ നിങ്ങൾക്ക് എന്താണ് മുനമ്പം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സഹിക്കാൻ മേലാത്തത്? ഒരു സഹിക്കാൻ മേലായികയില്ല. മുനമ്പം പ്രശ്നം പരിഹരിക്കപ്പെടുന്നതിൽ നിങ്ങൾക്ക് എന്തോ സഹിക്കാൻ മേലായികയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ പറഞ്ഞില്ല ഒരു മുനമ്പം പ്രശ്നം പരിഹരിക്കപ്പെടുന്നതിൽ എന്തോ സഹിക്കാൻ മേലായ്മ നിങ്ങൾക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അല്ലാതെ മുനമ്പം കേൾക്കുമ്പോൾ നമുക്കാർക്കും സഹിക്കാൻ മേലായികയില്ല. 1 മിനിറ്റ് സമയം തരൂ. പറഞ്ഞോളൂ. 1 മിനിറ്റ് സമയം തരൂ. 1 മിനിറ്റ് സമയം തരൂ. മുനമ്പം നിങ്ങൾ പറഞ്ഞു ഒരു CN രാമേന്ദ്രൻ കമ്മീഷനെ വെച്ചിരിക്കുന്നു. 4-ാം തീയതി കമ്മീഷൻ തെളിവെടുക്കാൻ ചെല്ലുന്നു. ആ കമ്മീഷൻ പറയുകയാണ് ഇത് മുനമ്പം വഖഫ് ഭൂമിയല്ല, മുനമ്പം വഖഫ് ഭൂമിയല്ല എന്ന് പറഞ്ഞിട്ട് ആ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തു. സർക്കാരും പറയുന്നു മുനമ്പം വഖഫ് ഭൂമിയല്ല. ഇപ്പോൾ അവിടെ പരാതിക്കാരായിട്ടുള്ള വഖഫ് സംരക്ഷണ സമിതിയിൽ നിന്നും ഒരാൾ വെള്ള പേപ്പറിൽ പരാതി കൊടുത്താൽ ഒരു സെൻട്രൽ ആക്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 256 അനുസരിച്ച് ഒരു സെൻട്രൽ ആക്ടിന് മുകളിൽ ഒരു കാരണവശാലും സംസ്ഥാനം നിയമിക്കുന്ന ഒരു കമ്മീഷന് അധികാരപരിധിയില്ല. അതുകൊണ്ട് തന്നെ ആ വഖഫ് ഭേദഗതി വേണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ നിങ്ങൾ ഉൾപ്പെടെ മുഴുവൻ പേരും പറഞ്ഞു കമ്മീഷൻ പരിഹരിക്കുന്നു. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഒരു കാരണവശാലും ആ പാവപ്പെട്ടവർ കണ്ണിൽ പൊടിയിടിയിലല്ല എന്നല്ലാതെ ഒരു കമ്മീഷനെ കൊണ്ട് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ പാലാ ബിഷപ്പിന്റെ കഴിഞ്ഞപ്പോൾ വന്ന് കണ്ടു. അതൊക്കെ സെൻട്രൽ ആക്ട് വഖഫ് ആക്ട് ഭേദഗതി ചെയ്യുന്നത് ഇപ്പോൾ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ JPCയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്. അതിലിപ്പോ പിണറായി വിജയനോ VD സതീശനോ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? പറ്റില്ലല്ലോ. അപ്പൊ ഇതാ പിന്നെ ആ പാവപ്പെട്ടവരെ പറ്റിക്കാൻ വേണ്ടി നിങ്ങളല്ലേ പറഞ്ഞേ, നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞ കമ്മീഷനെ വെച്ച് വെച്ചിട്ടുണ്ട്. കമ്മീഷണർ റെക്കമെൻഡേഷൻ, ഇതുപോലെ ഒരു കമ്മീഷണർ റെക്കമെൻഡേഷൻ അനുസരിച്ചാണ് മുനമ്പത്തെ ഭൂമി വഖഫ് രജിസ്റ്ററിൽ വന്നത്. വഖഫ് രജിസ്റ്ററിൽ നിന്ന് ആ ഭൂമി അവിടെ നീക്കം ചെയ്താൽ റവന്യൂ അവകാശം പട്ടിണി കിടക്കുക. അവിടെ രാഷ്ട്രീയം ഉണ്ടാവും. ബാക്കിയുള്ള ആളുകളുടെ താല്പര്യം മുനമ്പത്തെ ജനതയ്ക്ക് റവന്യൂ അവകാശം തിരിച്ചു കിട്ടണമെന്നുള്ളതല്ലേ? ഈ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്ത് ആ കമ്മീഷണർ റിപ്പോർട്ട് മന്ത്രിസഭ അംഗീകരിച്ചാൽ അതിനുശേഷം വഖഫ് രജിസ്റ്ററിൽ നിന്ന് മുനമ്പത്തെ ഭൂമി മാറ്റിയാൽ
മുനമ്പത്തെ ജനതയ്ക്ക് വഖഫ് ഭൂമി എന്നുള്ള നിലയിൽ ഇപ്പോൾ നിഷേധിക്കപ്പെട്ടിരിക്കുന്ന റവന്യൂ അവകാശം കിട്ടും. അതോടുകൂടി ആ പ്രശ്നത്തിന് പരിഹാരമാകും. പിന്നെ വഖഫ് ആക്ട് സെൻട്രൽ ആക്ട് ആണ്, അത് ഭേദഗതി ചെയ്യേണ്ടത് കേരളമല്ല കേന്ദ്രമാണ്. അതിപ്പോ JPCയുടെ കീഴിലുമാണ്. കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള ശ്രമവും വസ്തുതാപരമായി നിലനിൽക്കില്ല. സതീശൻ പറയുന്ന വർത്താനം നിങ്ങൾ പറയരുത്. VD സതീശന്റെ വക്താവായിട്ട് നിങ്ങൾ സംസാരിക്കുന്നത് ഭേദഗതി ചെയ്യേണ്ടത് സെൻട്രൽ ആക്ട് ഭേദഗതി ചെയ്യാനായി പാർലമെന്റിൽ അവതരിപ്പിച്ചതാണ്. ആ പാർലമെന്റിൽ അവതരിപ്പിച്ച നിയമം ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ പരിഗണനയിലാണ്. ഇതൊക്കെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഓൺഗോയിങ് പ്രോസസ്സാണ്. അനുസരിക്കാൻ ബാധ്യതയില്ല. ഇതിപ്പോ നിങ്ങൾ എഴുതിയിൽ മാത്രമാണ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അതെന്താ സമീപനം ഇവിടെ എല്ലാ കാര്യങ്ങളും ഓൺഗോയിങ് ആയി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്, ഒരു പ്രക്രിയയാണ്. അതിപ്പോ നിയമ ഭേദഗതി ആവട്ടെ, ജുഡീഷ്യൽ കമ്മീഷന്റെ നടപടിക്രമങ്ങളാവട്ടെ, ഇത് രണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ട, അതിന്റെ കാര്യവും അങ്ങനെ പറയൂ. അല്ല, ആ വിഷയം ഇവിടെ പറയണം. അവിടെ ഈ ഒരു വശത്ത് മാത്രമല്ല പറയേണ്ടത്. അവിടെ മുസ്ലിം ലീഗ് എടുത്ത നിലപാട് ഇത് നിലപാടിനെ തള്ളി പറയാൻ കോൺഗ്രസ് തയ്യാറായോ? ഇവിടുത്തെ വിഷയം ഇപ്പൊ അതൊന്നും തയ്യാറായോ? അത് എന്താ വിഷയം? അവിടെ മാത്രം എന്താ പ്രശ്നം? വന്നു ആ പ്രമേയത്തിൽ ഇവരൊന്നാണ്. ഇന്ത്യയിൽ ക്രൈസ്തവർ നേരിടുന്ന ആക്രമണവും ഇല്ലാതാവില്ല. അത് രണ്ട് കാര്യമായി കാണണം. ഞാൻ അങ്ങയിലേക്ക് വരാം. എന്റെ പുറകിൽ ഈ കാണുന്നത് ഞാൻ അങ്ങയിലേക്ക് വരാം. കാണുന്നത് പുൽക്കൂടാണ്. ശരി, അത് താങ്കളുടെ വീട്ടിൽ ശ്രീ രാജു പി നായർ. നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഇതുപോലെ പുൽക്കൂട് എല്ലാ വീട്ടിലും ഉണ്ടാവണം. ഇന്ന് പാർട്ടിയുടെ മുഴുവൻ ജില്ലാ ഭരണകൂടം ജില്ലാ ഓഫീസുകളിലും ഇന്ന് പുൽക്കൂട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ, പാർട്ടിയുടെ ജില്ലാ നല്ല കാര്യം. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ശ്രീ രാജു പി നായർ, ഇതിപ്പോ കേരളത്തിൽ ഒരു ക്രമസമാധാന പ്രശ്നം എന്നുള്ള നിലയിലേക്ക് ക്രിസ്മസുമായി ബന്ധപ്പെട്ട ആഘോഷം അതേ തുടർന്നുണ്ടായ കാര്യം മാറിയ ആദ്യത്തെ സന്ദർഭമാണ്. അതേസമയം തന്നെയാണ് BJP എന്ന രാഷ്ട്രീയ പാർട്ടി ക്രിസ്ത്യൻ ഔട്ട്റീച്ച് നടത്തുന്നതും. BJPയുടെ അതേ പരിവാറിൽപ്പെട്ട ഒരു സംഘടനയാണ് ഈ ആദ്യത്തെ പ്രശ്നം ഉണ്ടാക്കിയത് എന്നുള്ളത് നമുക്ക് തർക്കിക്കാൻ കഴിയാത്ത വസ്തുതയായി അവിടെ നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ മിലിത്തിയോസ് പറഞ്ഞതുമാതിരി ഒരിടത്ത് കേക്ക്, മറ്റു സ്ഥലത്ത് പുൽക്കൂട് തകർക്കൽ എന്നുള്ള കാര്യം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണോ? അഭിലാഷേ, ഇവിടെ നേരത്തെ ഞാൻ ആദ്യം തുടങ്ങിയ ഷൈജു ആന്റണിയോട് സംസാരിച്ചപ്പോൾ എല്ലാം ഉപയോഗിച്ചിരുന്ന വാക്ക് ഇന്നിപ്പോൾ അവിടെ പിതാവ് കൂടി പറഞ്ഞ ഫ്രിഞ്ച് എന്നുള്ളതാണ്. നമ്മുടെ 2014 മുമ്പായിരുന്നു ഇത്തരത്തിലുള്ള ചില സംഘടനകൾ ഫ്രിഞ്ച് എലിമെന്റ്സ് ആയിരുന്നത്. ആ ഫ്രിഞ്ച് എലിമെന്റ്സ് ഇന്ന് ഇന്ത്യയുടെ ഭരണം കൈയാളുകയാണ്. VHP എന്ന് പറയുന്നത് BJPക്ക് അങ്ങനെ തള്ളിക്കളയാൻ കഴിയാത്ത സംഘടനയാണ്. കാരണം RSSന്റെ പരിവാറിൽ പെടുന്നതാണ് VHPയും ഇതും. VHP ഇവിടെ പറഞ്ഞ പോലെ തന്നെ VHP സ്ഥാപിച്ചത് MS ഗോൾവാക്കറാണ്. ഈ VHPയുടെ ഒരു യൂത്ത് വിങ് ഉണ്ട്, മിലിറ്റന്റ് വിങ്. പേരെന്താണെന്നറിയോ? ബജ്രംഗ് ദൾ എന്നാണ്. ഏതാ ബജ്രംഗ് ദൾ? 2002 ഗുജറാത്ത് കലാപത്തിൽ താൻ ഉൾപ്പെടെ നിന്നുകൊണ്ട് ശൂലം കുത്തി ഗർഭിണികളുടെ വയറ്റിൽ നിന്ന് ഭ്രൂണമെടുത്തു എന്ന് പറഞ്ഞ ബാബു ബജ്രംഗിയുടെ ബജ്രംഗ് ദളാണ്. മനസ്സിലായില്ലേ? ആ ബജ്രംഗ് ദളിന്റെ വിമൻ വിങ് ഉണ്ട്, ദുർഗാവാഹിനി എന്ന് പറയും. ആ ദുർഗാവാഹിനിയുടെ നേതാവായിരുന്നു സാധ്വി പ്രഗ്യ താക്കൂർ. ആരാണ്? 2008 മാലേഗാവ് സ്ഫോടനം ഉൾപ്പെടെ ജയിലിൽ കിടന്നതും പിന്നീട് ഈ BJP ഭോപ്പാലിൽ ടിക്കറ്റ് കൊടുത്ത് മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് ഇന്ത്യയുടെ പാർലമെന്റ്. ഇവരെങ്ങനെ ഇനി ഫ്രിഞ്ച് ആവുക? ഈ രാജ്യത്ത് ഫ്രിഞ്ചായിട്ടുണ്ടായിരുന്ന ഹിന്ദുത്വ തീവ്രവാദ ശക്തികൾ ഇന്ന് രാജ്യത്തിന്റെ ഭരണം കൈയാളുന്നതിലേക്ക് എത്തിയിരിക്കുന്നു. ആ രാജ്യത്തിന്റെ ഭരണം കൈയാളുന്ന നിലയിലേക്ക് BJP എത്തുമ്പോൾ അതിന്റെ കൂടെ ഉണ്ടായിരുന്ന VHPയും ബജ്രംഗ് ദളും ദുർഗാവാഹിനിയും ഉൾപ്പെടെയുള്ള മറ്റ് സംഘടനകളെല്ലാം ഈ സംഘടനകളെല്ലാം ഈ BJPയുടെയും RSSന്റെയും തീവ്രവാദം നടപ്പാക്കിയ സംഘടനകളാണ്. അതുകൊണ്ട് BJP വെറുതെ ഞങ്ങൾ തള്ളിക്കളയുന്നു എന്ന് പറഞ്ഞാൽ തള്ളിക്കളയാൻ കഴിയുന്നതല്ല. പിന്നെ ശ്രീ ഷോൺ ജോർജ് ഇവിടെ പറഞ്ഞ ചില പ്രിവിലേജ് ഉണ്ട് അദ്ദേഹത്തിന്. എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. ശ്രീ ഷോൺ ജോർജ്, അങ്ങയ്ക്കും അങ്ങയുടെ അച്ഛനും ചിലപ്പോൾ ജോർജ് കുര്യനൊക്കെ മാത്രം ലഭിക്കുന്ന പ്രിവിലേജാണ്. നിങ്ങൾ ഇറങ്ങി മധ്യപ്രദേശിലെയും മണിപ്പൂരിലെയും മംഗലാപുരത്തെയും ക്രിസ്ത്യാനികളോട് പോയി സംസാരിച്ചാൽ അവർക്ക് ഈ പ്രിവിലേജ് ഇല്ല. ആ പ്രിവിലേജ് ഇല്ലാത്ത മനുഷ്യന്റെ മേലാണ് ഈ അക്രമങ്ങൾ മുഴുവൻ നടക്കുന്നത്. എത്ര പള്ളിയാണ് മണിപ്പൂരിൽ 36 മണിക്കൂർ കൊണ്ട് നശിപ്പിച്ചത്? 250 മേൽ പള്ളികൾ 36 മണിക്കൂർ കൊണ്ട് മെയ്ത്തി വിഭാഗത്തിന്റെ കുക്കി വിഭാഗത്തിന്റെ നശിപ്പിച്ചു. ആരായിരുന്നു അതിന് ഉത്തരവാദികൾ? മണിപ്പൂരിലെ ഭരണ നേതൃത്വം അല്ലേ? മംഗലാപുരത്ത് ആരായിരുന്നു ചെയ്തത്? മധ്യപ്രദേശിൽ ഈ നിരന്തരമായ ആക്രമണം നടക്കുന്ന എവിടെയാ?
നിങ്ങൾ ശ്രീ ഇവിടെ- ഷോൺ ജോർജ് ഇവിടെ പോയിട്ട് നെഹ്റുവിന്റെ കാലം മുതൽ മച്ചാടോട് ചോദിക്കണം. ഞാൻ വരാം. അത് അദ്ദേഹത്തിന്റെ ടേൺ കഴിഞ്ഞിട്ട് വരാം. ശ്രീ ഷോൺ, അല്ലല്ല, ഞാൻ സംസാരിക്കട്ടെ. അങ്ങ് സംസാരിക്കുമ്പോ ഞാൻ മിണ്ടായിരുന്നു. അല്ല, അങ്ങ് സംസാരിച്ചപ്പോ ഞാൻ മിണ്ടായിരുന്നു. നോക്കൂ, അപ്പോ മച്ചാടോയോട് പോയി, ബിഷപ്പ് മച്ചാടോയോട് പോയി ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ രാജ്യത്ത് ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് മേൽ BJP-യുടെ ഭരണം വന്നതിന് ശേഷം നടക്കുന്ന അതിക്രമങ്ങളുടെ പട്ടിക തരും. ഞാൻ അത്രയും ആദ്യം പറയട്ടെ. രണ്ടാമത് ഷോൺ ജോർജ് പറഞ്ഞ കാര്യങ്ങൾ കുറച്ചു പേർക്ക് മറുപടി പറയണം. മുനമ്പം ഷോൺ ജോർജ്, ഈ പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴല്ലാതെ അതിനു മുമ്പും പിൻപും മുനമ്പത്ത് BJP എവിടെയാ? BJP-യുടെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ വന്ന് ആ വിഷയം കത്തിക്കാൻ ശ്രമിച്ചു. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ VD സതീശൻ എവിടെയെന്ന്. ഇന്നലെ ഒക്ടോബർ 13 രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറയട്ടെ അങ്ങ് അസ്വസ്ഥനാവല്ലേ? ഞാൻ കാര്യം പറയട്ടെ, ജനങ്ങൾ കേൾക്കാൻ വേണ്ടി. ഒക്ടോബർ 13 മുനമ്പത്ത് സമരസമിതി പ്രക്ഷോഭം തുടങ്ങുന്നത്, സമരം തുടങ്ങുന്നത്. മനസ്സിലായില്ലേ? ഒക്ടോബർ 13. ഒക്ടോബർ 3 10 ദിവസം മുൻപ് ഒക്ടോബർ 3 അവിടെ പൊതുയോഗം വിളിച്ചുകൊണ്ട് ആ ഭൂമി വഖഫ് ഭൂമി അല്ല എന്നുള്ളതും ഇതിന് അവിടത്തുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് മുഴുവൻ റവന്യൂ അധികാരവും നൽകണമെന്ന് പറഞ്ഞ നേതാവിന്റെ ഒരേ ഒരു നേതാവ്, ആ നേതാവിന്റെ പേരാണ് VD സതീശൻ. അറിയോ? കാര്യങ്ങൾ പോയി പഠിച്ചിട്ട് വേണം പറയാനായിട്ട്. ഒക്ടോബർ 13 സമരം ആരംഭിക്കുന്നതിന് 10 ദിവസം മുമ്പ്. ഇപ്പൊ പറഞ്ഞല്ലോ നാളെ ക്രിസ്മസ് ദിനത്തിൽ അവർ പട്ടിണി കിടക്കുകയാണെന്ന് പറഞ്ഞല്ലോ. VD സതീശൻ ഉണ്ട് സർ. ഞാൻ ഉൾപ്പെടെ, ഞങ്ങൾ കോൺഗ്രസിന്റെ ഇവിടെയുള്ള ജനപ്രതിനിധികളും നേതാക്കന്മാരും ഉൾപ്പെടെ നാളെ ആ സമരത്തിൽ ക്രിസ്മസ് ദിനത്തിൽ ആ പന്തലിൽ അവരോടൊപ്പം നിൽക്കുകയാണ്. ഞങ്ങൾ കൊടുത്ത വാക്കാണ്. ഒരു 2 ആഴ്ച മുമ്പ് അവിടെ സന്ദർശിച്ചപ്പോ ഈ പ്രശ്നം തീരാണ്ട് നിങ്ങൾക്ക് ക്രിസ്മസ് ദിനത്തിൽ ഇവിടെ സമരം ഇരിക്കേണ്ടി വന്നാൽ നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞ വാക്ക് നാളെ ഞങ്ങൾ അവരോടൊപ്പം ഉണ്ട്. അപ്പൊ നിങ്ങളെ പോലെ TV-ലിരുന്ന് നാളത്തെ ക്രിസ്മസ് ദിനം പോയതിന്റെ കണക്ക് പറയല്ല, ഞങ്ങൾ അവിടെ പോയി അദ്ദേഹത്തോടൊപ്പം ഇരിക്കുകയാണ്. മനസ്സിലായില്ലേ? പിന്നെ VD സതീശൻ എവിടെയാ പാലാ ബിഷപ്പിനെതിരെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്? അദ്ദേഹം ഉപയോഗിച്ച വാക്കെന്താ? പാലാ ബിഷപ്പിന്റെ പ്രസ്താവന അതിരുകടന്നതായിരുന്നു. സഭാ നേതൃത്വം ഇത്തരം കാര്യങ്ങളിൽ ഗൗരവത്തോടു കൂടി സംസാരിക്കണം. ഇത് ഇപ്പോഴും ആവർത്തിക്കുന്നു. ഈ രാജ്യത്ത് ഹിന്ദുത്വ വർഗീയവാദികളുടെ കൂട്ടുനിന്നുണ്ട്. ഈ രാജ്യത്ത് ഹിന്ദുത്വ വർഗീയവാദികളുടെ കൂട്ടുനിന്ന് ഇസ്ലാമോഫോബിയ കത്തിച്ച് അപരമത വിദ്വേഷം ഉണ്ടാക്കിക്കൊണ്ട് ഒരു സമുദായത്തിൽ വർഗീയതയുടെ വിത്ത് വിതയ്ക്കാൻ ആര് വന്നാലും അവർക്കെതിരെ പ്രതിരോധിക്കാൻ ഞങ്ങളുണ്ടാവും. ഒരു സംശയം വേണ്ട. അതിന് മതത്തിന്റെ നിറമൊന്നുമില്ല, രാഷ്ട്രീയത്തിന് നിറമില്ല. വർഗീയത വിതയ്ക്കാൻ ആര് വന്നാലും ആ വർഗീയതക്കെതിരെ സമാജം ഞങ്ങൾ എടുക്കും. ഞാൻ ചോദിക്കട്ടെ, ഈ സമുദായത്തിലല്ലേ കാസ എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? കാസ എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടന ഇന്ന് ഈ സമുദായത്തിലെ ഏറ്റവും സമാധാനകാംക്ഷികളായ ഈ സമുദായത്തെ മുഴുവൻ വിഷം കലക്കിക്കൊണ്ടിരിക്കുകയാണ്. ഷോൺ ജോർജ്, നിങ്ങൾ എന്ത് ചെയ്യുന്നു ആ കാസയുടെ പ്രവർത്തനത്തെ തടയാൻ? ക്രിസ്തീയ വചനങ്ങൾ ഒന്ന് പറഞ്ഞു തീർക്കട്ടെ. 30 സെക്കൻഡ്. ഈ വർഗീയ വിഷം മുനമ്പം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ, ഞാൻ പറയട്ടെ, മുനമ്പം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഈ വർഗീയ വിഷം കലക്കാൻ ശ്രമിക്കുന്ന ഈ സംഘടനക്കെതിരെ പൊതുസമൂഹം ഒരുമിക്കട്ടെ. ഞാൻ പറയാം, നിങ്ങളെ പേടിച്ചല്ലേ ആ മുനമ്പത്തെ സമരത്തിന്റെ പന്തലിനകത്ത് നിന്നെ പോലെ നിന്റെ ശത്രുവിനെ സ്നേഹിക്കുക എന്ന വചനങ്ങൾ എഴുതി വെച്ചുകൊണ്ട് ഇത് സാമുദായിക സ്പർദ്ധയ്ക്ക് കാരണമാകുന്ന ആ സമരപന്തൽ എനിക്ക് എഴുതി വെക്കേണ്ടി വന്നു. ആരെ പേടിച്ച? BJP കാസയും പേടിച്ചു. ഇല്ലേ? കാസയെ അവസാനം തള്ളിപ്പറയേണ്ട അവസ്ഥയിലേക്ക് എത്തിയില്ലേ? ഈ രാജ്യത്ത് ഏത് മതത്തിനകത്തും വർഗീയ വിഘടനം ഉണ്ടാക്കാൻ, വർഗീയ വിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ഞങ്ങൾ പ്രതിരോധിക്കുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. CPM-ന് എന്താണ് പറയാനുള്ളത്? ശ്രീ M പ്രകാശൻ, നോക്കൂ, ഇത് കേരളത്തിലാണ് നമ്മൾ ക്രിസ്മസ് ആഘോഷം തടഞ്ഞതിനെ കുറിച്ചും പുൽക്കൂട് തകർത്തതിനെ കുറിച്ചും കഴിഞ്ഞ 2 ദിവസമായി ചർച്ച ചെയ്തു വരുന്നത്. സാധാരണ നമ്മൾ ക്രിസ്മസ് കാലത്തൊക്കെ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ നിന്നൊക്കെയുള്ള വാർത്തയായി പത്രങ്ങളുടെ ദേശീയ പേജിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം കേരളത്തിലും വരികയാണ്. അത് നമുക്ക് നൽകുന്ന ഒരു നടുക്കം വളരെ വലുതാണ്. കാരണം കേരളത്തിൽ എല്ലാ മനുഷ്യരും ഓണവും ക്രിസ്മസും വിഷുവും പെരുന്നാളും ഒക്കെ ആഘോഷിക്കാറുണ്ട്. സെക്കുലർ സമൂഹം എന്നുള്ള നിലയിൽ ഉത്സവങ്ങളെ മതപരമായും സെക്കുലറായും ആഘോഷിക്കാറുണ്ട്. അതുകൊണ്ട് ക്രിസ്മസ് എന്നുള്ളത് ഒരു വിഭാഗത്തിന്റെ മാത്രം ആഘോഷമായിട്ടല്ല ഇത്രയും നാൾ നാട്ടുകാർ കണ്ടുകൊണ്ടിരുന്നതും. അപ്പോൾ അവിടെയും പ്രശ്നം വരുമ്പോൾ എന്താണ് ഗവൺമെന്റ് ചെയ്യുന്നത്? ഇത്തരമൊരു വിപത്ത് കേരളത്തിൽ ഉണ്ടാവുന്നതിനെ സംബന്ധിച്ച് വളരെ ശക്തമായി കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് CPIM. ഇവിടെ BJP ആവട്ടെ, RSS ആവട്ടെ, അതുപോലെ ബജ്രംഗ് ദൾ ആവട്ടെ, വിശ്വ ഹിന്ദു പരിഷത്ത് ആവട്ടെ, അവ
ഇന്ത്യ രാജ്യത്ത് ഹൈന്ദവ വർഗീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത് ആർക്കറിയാതിരിക്കുന്നത്? ഇതിൻ്റെ പ്രിൻസിപ്പലായ സംഘടന BJP അല്ല, രാഷ്ട്രീയ സ്വയംസേവക സംഘമാണ്. അവരുടെ തീരുമാനമനുസരിച്ച് ഉണ്ടാക്കപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമാണ് പഴയ ജനസംഘമായാലും ഇപ്പോഴത്തെ BJP ആയാലും. അവർ തീരുമാനിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന സംഘടനയാണ് VHP. അതിൻ്റെ ഭാഗമായിട്ട് ഓർന്നു വന്നിരിക്കുന്നതാണ് ബജരംഗ് ദൾ. ഇങ്ങനെ എന്താ ഈ സംഘടനകളെല്ലാം മൗലികമായിട്ട് കൈകാര്യം ചെയ്യുന്ന കാര്യം? ഞങ്ങൾ ഇക്കാലം അത്രയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഇന്ത്യ രാജ്യത്ത് ഹൈന്ദവ വർഗീയത വളർത്തുന്നതിന് വേണ്ടി ഈ സംഘപരിവാര ശക്തികൾ നിരന്തരമായി ശ്രമിക്കുകയാണ്. അതിനെ എല്ലാ കാലത്തും ചെറുക്കാൻ മുന്നോട്ടേക്ക് വന്നൊരു സ്റ്റേറ്റ് ആയിരുന്നു കേരളം. മതനിരപേക്ഷതയുടെ പാരമ്പര്യമുള്ള ഈ നാട് ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വലിയ വർഗീയ കലാപങ്ങൾ അരങ്ങേറിയത് ഇന്ത്യ വിഭജന കാലത്താണല്ലോ. ആ സമയത്ത് അതുമായി ബന്ധപ്പെട്ടൊരു ഇല പോലും അനങ്ങാത്തൊരു നാടാണ് ഈ കേരളം. അതുപോലെ നിങ്ങൾ കാണാൻ വേണ്ടി ബാബരി പള്ളി പൊളിക്കുന്ന സമയത്ത് രാജ്യത്ത് ആ കലാപം ഉണ്ടായല്ലോ. ആ കലാപം ഏശാത്തൊരു നാടായിരുന്നു കേരളം. ഈ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന കേരളത്തിലെ മതനിരപക്ഷ മനസ്സ് അങ്ങനെയൊരു നില ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന നിലപാടത്താണ്. ഇവിടെ BJPക്കാർ പള്ളി പൊളിക്കാൻ മുന്നോട്ടേക്ക് വന്നപ്പോൾ അതിനെ ചെറുക്കാൻ CPM നൽകിയ നേതൃത്വം അന്ന് നിയോഗിക്കപ്പെട്ട കമ്മീഷൻ തന്നെ വ്യക്തമാക്കേണ്ട കാര്യമാണ്. പക്ഷെ എന്താ ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ചു കാലം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? അത് യാദൃച്ഛികമാണോ? നിങ്ങൾ 2014 നരേന്ദ്രമോദി ഗവൺമെൻറ് വന്നതിന് ശേഷം ഓരോ കൊല്ലം കഴിയുന്നതോറും ക്രിസ്ത്യാനികൾക്കും ക്രിസ്തീയ സ്ഥാപനങ്ങൾക്കും എതിരെയുള്ള കയ്യേറ്റം വർദ്ധിക്കുകയാണ്. 14 127, 19 328, 21 505, 22 601, 29 734. ഇത് മണിപ്പൂർ ഒഴിച്ചാൽ. മണിപ്പൂരിലാവട്ടെ എത്ര ഹീനമായിട്ടുള്ള ആക്രമണമാണ് ഇവിടെ ക്രിസ്തീയ സ്ഥാപനങ്ങൾക്ക്, ആരാധനാ കേന്ദ്രങ്ങൾക്ക്, അതുപോലെ ക്രിസ്തീയ ഭവനങ്ങൾക്കെതിരായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു അജണ്ടയുടെ ഭാഗമാണ്. നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷ വേട്ടയ്ക്ക് വേണ്ടി ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടി എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കുകയാണ്, ഔദ്യോഗിക സംവിധാനങ്ങളടക്കം. എന്താ ഇതിൽ നിർഭാഗ്യകരമായിട്ട് കാര്യം? നിർഭാഗ്യകരമായ കാര്യം, യഥാർത്ഥത്തിൽ ഇതിനെ ഗൗരവമായി ചെറുക്കാൻ താല്പര്യപ്പെടേണ്ട കോൺഗ്രസ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ മതനിരപക്ഷ പാർട്ടി, അവർ അധികാര കസേരകളുടെ താല്പര്യം കൊണ്ട് ഇതിന് സഹായകമായ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ബാബരി പള്ളി പൊളിക്കുന്നതിൽ കോൺഗ്രസിന്റെ പങ്ക് നമുക്ക് നിഷേധിക്കാനാവില്ല. രഥയാത്ര നടത്തുന്ന സമയത്ത് അതിനെ തടയാതിരിക്കുന്നതിൽ കോൺഗ്രസിന്റെ പങ്ക് നിഷേധിക്കാൻ എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലേക്ക് ഉൾപ്പെടെ ഇപ്പം ഏറ്റവും കൂടുതൽ എന്താ ഉണ്ടായിരിക്കുന്നത്? നമ്മുടെ കേരളത്തിലെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത രൂപത്തിൽ UDFന്റെ ഭാഗമായിട്ട് ജമാഅത്ത് ഇസ്ലാമിയും അതുപോലെ തന്നെ SDPI വരുന്നൊരു നില നമ്മൾ കണ്ടല്ലോ കേരളത്തിൽ. അപ്പോൾ ഇവിടെ ജനങ്ങളുടെ നില എന്തായാലും വിടില്ല, സമാധാനം എന്തായാലും വിടില്ല, അധികാര കസേര മതി. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു നിലയിലേക്ക് ഒരു ഭാഗത്ത് ഹിന്ദുക്കളെ വർഗീയവൽക്കരിക്കാൻ BJP, മറുഭാഗത്ത് മുസ്ലിങ്ങളെ വർഗീയവൽക്കരിക്കാൻ ചർച്ചയിലേക്ക് വരും. പക്ഷേ ഷൈജു ആന്റണി, നമ്മൾ ഈ ചർച്ചയിൽ തന്നെ ഇവിടെ പരാമർശിക്കപ്പെട്ട കാസ എന്ന സംഘടനയുടെ പ്രതികരണം ഇപ്പോൾ ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ട്. താങ്കൾ വായിച്ചോ എന്ന് എനിക്കറിയില്ല, ഞാൻ വായിച്ചു തരാം. സ്കൂളിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ ഒരു തരത്തിലും തടസ്സപ്പെട്ടിട്ടില്ല എങ്കിൽ തന്നെയും വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകരുടെ നടപടി തികച്ചും അനാവശ്യവും ഉത്തരവാദപ്പെട്ട ഒരു സംഘടനയുടെ പ്രവർത്തകർക്ക് ചേരാത്തതും കേരളത്തിലെ സവിശേഷ സാഹചര്യം മനസ്സിലാക്കാതെയുമുള്ള ബുദ്ധിശൂന്യമായ പ്രവൃത്തിയായിരുന്നു എന്നുള്ളതാണ് കാസ പറയുന്നത്. നോക്കൂ, ഉത്തരവാദപ്പെട്ട സംഘടന എന്നാണ് കാസ വിശ്വ ഹിന്ദു പരിഷത്തിനെ വിശേഷിപ്പിക്കുന്നത്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ച കന്ധമാൽ കലാപത്തിൻ്റെയും ഗ്രഹാം സ്റ്റെയിൻസിൻ്റെയും മക്കളുടെയും ദാരുണമായ ചുട്ടുകൊലയുടെയും ഒക്കെ പിറകിൽ പ്രവർത്തിച്ചു എന്ന ആരോപണം നേരിടുന്ന ഒരു മിലിറ്റന്റ് ഓർഗനൈസേഷനെ കുറിച്ചാണ് ഉത്തരവാദപ്പെട്ട സംഘടന എന്ന ലേബൽ കാസ നൽകുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, കേരളത്തിലെ സവിശേഷമായ സാഹചര്യം മനസ്സിലാക്കാതെയുള്ള ബുദ്ധിശൂന്യമായ പ്രവൃത്തിയാണ് പുൽക്കൂട് തകർക്കൽ അല്ലെങ്കിൽ ക്രിസ്മസ് തടയൽ എന്നുള്ളതാണ് കാസയുടെ വാദം. അതായത് കേരളത്തിൽ സവിശേഷമായ സാഹചര്യമുണ്ട്. ഉത്തർപ്രദേശോ ഉത്തരാഖണ്ഡോ ജാർഖണ്ഡോ ഒന്നും പോലെയല്ല. കേരളത്തിൽ ക്രിസ്ത്യാനികളുടെ വോട്ടും കൂടി കിട്ടിയാലേ BJP ജയിക്കൂ. അതുകൊണ്ട് കേരളത്തിലെ ക്രിസ്ത്യാനികളെ കൂടി കണക്കിലെടുക്കണം. അതാണ് ബുദ്ധിപരമായ സമീപനം. അപ്പോൾ അങ്ങനെ അല്ലാത്ത സമീപനം ബുദ്ധിശൂന്യമായ സമീപനമാണ്. ആ ബുദ്ധിശൂന്യമായ സമീപനം കേരളത്തിലെ സവിശേഷമായ സാഹചര്യം മനസ്സിലാക്കാതെ ആയിരുന്നു എന്നാണ് കാസ പറയുന്നത്. അപ്പോൾ കേരളത്തിലെ ക്രൈസ്തവർ ആദ്യമായി നേരിട്ട ഈ കൊടിയ അതിക്രമത്തെ ഒരു ബുദ്ധിശൂന്യത, കേവല ബുദ്ധിശൂന്യതയായും സാഹചര്യം മനസ്സിലാക്കാതെയുള്ള കാര്യമായിട്ടുമാണ് കാസ കാണുന്നതെങ്കിൽ കർത്താവ് തലയിൽ കൈവച്ച് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നുണ്ടോ എന്ന് പറയേണ്ട അവസ്ഥയല്ലേ? അഭിലാഷ് ഒരു കാര്യം ആലോചിക്കുക. ഈ നേരത്തെ നമ്മൾ ആദ്യം ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ പറഞ്ഞൊരു ഫ്രിഞ്ച് എലമെൻ്റ് ഉണ്ട്, BJPയുടെ പോഷക സംഘടനയായ ഒരു ഫ്രിഞ്ച് എലമെൻറ്റ്. അതേപോലത്തെ ഒരു ഫ്രിഞ്ച് എലമെൻ്റാണ് ഈ കാസ. ആ ഫ്രിഞ്ച് എലമെൻറ്റിന് ഇതല്ലാതെ വേറെ എന്താണ് പറയാൻ കഴിയുക? അതായത് ഇന്നലെ ചർച്ചയിൽ പങ്കെടുത്ത ഒരു BJP നേതാവ് ആ ചർച്ചയുടെ ഇടയിൽ പറഞ്ഞത് കേരളത്തിലെ മതേതരത്വം എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ എന്നാണ്.
ഒരു ചർച്ചയിൽ പറഞ്ഞു, ഞാൻ ഉൾപ്പെടെയുള്ള ഒരു ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞതാണ്. അതായത് ഇവരുടെ ഒരു ധാരണ ബുദ്ധിപരമായി ഇതിനെ നേരിടണമായിരുന്നു, ഇതൊരു ബുദ്ധിശൂന്യത മാത്രമാണ്, ബുദ്ധിപരമായി നേരിട്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ മതേതരത്വം തകർക്കാമായിരുന്നു എന്ന ഒരു വ്യംഗ്യ അർത്ഥത്തിലാണ് ആ പോസ്റ്റ് കിടക്കുന്നതെന്ന് ഓർക്കണം. ഇതത്ര നിസ്സാരമായൊരു കാര്യമല്ല. കാസയ്ക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് ക്രിസ്ത്യാനികൾക്കിടയിൽ ഈ മുസ്ലിം വിരോധം ആളിക്കത്തിക്കാൻ വേണ്ടി BJP വളരെ തന്ത്രപൂർവം, BJP അല്ലെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്തോ RSSോ വളരെ തന്ത്രപൂർവം ക്രിസ്ത്യാനികൾക്കിടയിൽ ഇറക്കി വിട്ട ഒരു സംഘടനയുടെ പേരാണ് കാസ. ആ സംഘടനയ്ക്ക് കാസ എന്ന് പേരിട്ടത് പോലും വളരെ ബോധപൂർവമാണ്, ആലോചനയോടുകൂടി പേരിട്ടതാണ്, അത് വെറുതെ പോയതല്ല. അപ്പോൾ വളരെ കൃത്യമായി അങ്ങനെ പേരിടുകയും ഒരു സമയത്ത് ഈ കാസയുടെ പ്രവർത്തനങ്ങൾ കണ്ട് ഈ കത്തോലിക്ക സഭയിലെ വലിയൊരു ധ്യാനഗുരു പോലും കാസയ്ക്കൊപ്പം ഞങ്ങളുണ്ട് എന്ന് പ്രസ്താവിക്കുകയും ചെയ്തൊരു സമയമുണ്ടായിരുന്നു. അതേ സമയത്തിൽ നിന്ന് അവരുടെ പ്രവർത്തനങ്ങളുടെ പോക്ക് കണ്ട് മനസ്സിലാക്കി സീറോ മലബാർ സഭയുടെ സഭയുടെ സിനഡിന്റെ സെക്രട്ടറിയായ ബിഷപ്പ് പാംപ്ലാനി കഴിഞ്ഞ ദിവസം പറഞ്ഞത് കാസയെ ഈ സഭയുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ്, അവർ തീവ്ര സ്വഭാവമുള്ള ഒരു സംഘടനയാണെന്ന് തന്നെയാണ്. വളരെ കൃത്യമായി ഇന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. ഇതിൻ്റെ തുടക്കത്തിൽ ഞങ്ങൾ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശ്രീ ഷോൺ ജോർജിൻ്റെ അടുത്ത് ഇവിടെ പുൽക്കൂട് തകർത്തതിനെക്കുറിച്ചും ഇവിടുത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾ തടഞ്ഞതിനെക്കുറിച്ചും ഷോൺ ജോർജിൻ്റെ അടുത്ത് പറയുമ്പോൾ ഷോൺ ജോർജ് അതിനെക്കുറിച്ചല്ല മറുപടി പറയണത്. ഷോൺ ജോർജ് ഇതിനെ കൊണ്ടുപോയി നേരെ മുനമ്പത്ത് കൊണ്ടേ കെട്ടിയിടുകയാണ്. എന്നാൽ മുനമ്പത്തെ വിഷയം കൃത്യമായി പഠിച്ചിട്ടുമില്ല. മുനമ്പത്ത് തുടക്കം മുതലേ ഞങ്ങളൊക്കെ ഉള്ളതാണത്. ഞങ്ങളുടെ ഈ അൽമായ മുന്നേറ്റത്തിന് വിവിധ സംഘടനകൾ, വിവിധ ഭാഗങ്ങൾ, ഇടവകകൾ, ഞങ്ങൾ തന്നെയും അവിടെ പോയി അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അവരുടെ തുടക്കം തൊട്ടേ ഈ സമരങ്ങളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്താണ്. നിങ്ങൾ ഈ വിചാരിക്കുന്നത് പോലെ BJPക്കാർ മാത്രമല്ല അവിടെ ഉള്ളത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ധാരണ പരത്താൻ വേണ്ടി പരിശ്രമിക്കരുത്. അടുത്തൊരു കാര്യം, നിങ്ങൾ പറഞ്ഞത് ഈ മുനമ്പത്തെ വഖഫ് നിയമ ഭേദഗതിയാണ്. ഈ വഖഫ് നിയമ ഭേദഗതിയിലെ ഏത് വകുപ്പ് പ്രകാരമാണ് മുനമ്പത്തെ ജനങ്ങൾക്ക് ആശ്വാസം കിട്ടുന്നതെന്ന് കൂടി അങ്ങൊന്ന് പറഞ്ഞാൽ കൊള്ളാം. ഈ വഖഫ് നിയമ ഭേദഗതിയിൽ എവിടെയെങ്കിലും ഒരിടത്ത് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ കഴിഞ്ഞ കാലത്ത് എടുത്തുകൊണ്ടുപോയ ഭൂമി മുഴുവൻ തിരിച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്താണ് ഈ ഭേദഗതി എന്നെങ്കിലും വായിച്ച് പഠിച്ചിട്ട് നിങ്ങൾ പറയൂ. ആ ഭേദഗതിയെ പിന്തുണച്ചാൽ അത് മുനമ്പത്തെ ജനങ്ങൾക്ക് മുഴുവനും ആശ്വാസമാകും എന്ന രീതിയിലല്ല. ഇവിടെ വളരെ കൃത്യമായി വളരെ വ്യക്തമായ ചില പ്ലാനിങ്ങോടുകൂടി ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടി സർക്കാരും വിവിധ കക്ഷികളും എല്ലാവരും ചേർന്ന് അതിനുവേണ്ടി പരിഹാരം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ അതിൻ്റെ ഇടയിൽ വീണ്ടും വർഗീയ വിഷം കലർത്താൻ നോക്കേണ്ടതില്ല. നിങ്ങൾ ആദ്യം ഈ വിഷയം പഠിക്കൂ. ആ വിഷയം പഠിക്കുകയും നിങ്ങളുടെ വഖഫ് നിയമ ഭേദഗതി എടുത്ത് വായിക്കുകയും പഠിക്കുകയും ചെയ്യൂ. എന്നിട്ട് എവിടെയാണ് നമുക്കിതിനൊരു പരിഹാരമുള്ളത് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ട് പഠിച്ചിട്ട് നിങ്ങൾ പറയുക. അല്ലാതെ വെറുതെ ഭേദഗതി മാത്രമാണ്, അതിനെ മറ്റവരെതിർത്തു, ഇതിനെ എതിർത്തു. ആ ഭേദഗതി ഒരു വിഷയത്തിലുള്ളതല്ല. ആ ഭേദഗതിയിൽ അനേകം വിഷയങ്ങളുണ്ട്. ഞാൻ ആ വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. എന്നാലും നിങ്ങളത് പരാമർശിച്ചത് കൊണ്ട് മാത്രം ഞാൻ നിങ്ങളോട് പറയുകയാണ്. പക്ഷെ ഒരൊറ്റ കാര്യം നിങ്ങൾ ഓർക്കുക, കേരളം ഛത്തീസ്ഗഡ് ആക്കാൻ നോക്കരുത്, കേരളം മധ്യപ്രദേശ് ആക്കാൻ നോക്കരുത്, കേരളം നിങ്ങളുടെ UP ആക്കാൻ നോക്കരുത്. ഈ കേരളത്തിനകത്ത് മതേതരത്വത്തിന്റെ ഒരു ഫാബ്രിക് തല്ലി തകർക്കാൻ നിങ്ങൾ ഒരിക്കലും പരിശ്രമിക്കേണ്ട. കേരളം അത്തരമൊരു മനസ്സിന് തലകുനിച്ച് നൽകുന്ന ഒരു ഇടമല്ല. അത് നിങ്ങൾക്ക് ഇതിന്റെ തുടക്കത്തിൽ തന്നെ മനസ്സിലായി കാണും. ശരി, ഓക്കെ. ഷോൺ ജോർജ്, ക്രിസ്മസ് ആഘോഷങ്ങളെ തകർത്തപ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലായി കാണും. പിറ്റേ ദിവസം അവിടെ പുൽക്കൂടും ക്രിസ്മസും അവിടുത്തെ ക്രിസ്മസ് രാവും എല്ലാമായിട്ട് കരോൾ ഗാനങ്ങൾ കൊണ്ട് ആ പ്രദേശം മുഴുവൻ മുഖരിതമായിരുന്നു. യെസ്, ഓക്കെ. ഷോൺ ജോർജ്, ഇവിടെ ഇപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഇപ്പൊ താങ്കൾ പറഞ്ഞു താങ്കളുടെ വീട്ടിൽ പുൽക്കൂടുണ്ട്, നല്ലത്. BJPയുടെ ഓഫീസിൽ പുൽക്കൂടുണ്ട്, വളരെ നല്ലത്. മറുപടി പറഞ്ഞോട്ടെ, അതിനുശേഷം അങ്ങയുടെ ചോദ്യം വരാം. ഏതിനാണ്? വഖഫിനാണോ? നമ്മുടെ വിഷയം അതല്ല. ഇന്നിപ്പോ BJPക്ക് ആ വിഷയം ചർച്ച ചെയ്യാനായിരിക്കും താല്പര്യമെന്ന് എനിക്കറിയാം. അല്ല അതെ ഇപ്പൊ കാസയിൽ നിന്നും തുടങ്ങാം. അല്ല, ബാക്കി ആരും സംസാരിക്കുമ്പോൾ അങ്ങ് ഇടപെടുന്നില്ലല്ലോ. ഞാൻ സംസാരിക്കുമെന്ന് തീർത്തോട്ടെ, ദയവ് പറയൂ, ഇന്നൊന്ന് അനുവദിക്കൂ. കോൺട്രാഡിക്ഷൻ ഉള്ളപ്പോഴാണ് ഇടപെടേണ്ടി വരിക. കാസയെ തീവ്രവാദ സംഘടന എന്ന് വിളിച്ചു. അല്ല, അവര് പറയുന്നതിനൊക്കെ കോൺട്രാഡിക്ഷൻ എനിക്കുണ്ടായിരുന്നു. അപ്പൊ ആരും ഇടപെട്ട് കണ്ടില്ല. ഒന്ന് പറയാം. കാസയെ തീവ്രവാദ സംഘടന എന്ന് വിളിക്കുന്നത് എനിക്ക് അടുത്തറിയാവുന്ന സംഘടന തന്നെയാണ്. കാസയുടെ ഏതു പ്രവർത്തകർക്കെതിരെയാണ് ഒരു ക്രിമിനൽ കേസെങ്കിലും കേരള സംസ്ഥാനം നിലവിലുള്ളത്?
നിങ്ങൾ SDPയും ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെയുള്ള സംഘടനകളെയും പോറ്റുന്ന കോൺഗ്രസ് പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നിങ്ങളിവിടെ ഹിസ്ബുള്ളയുടെ നേതാവ് അവിടെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ അതിന് മയ്യത്ത് നിസ്കാരം കേരളത്തിൽ നടന്നു. നിങ്ങളൊന്ന് എവിടെ പോയിരുന്നു? നിങ്ങളൊന്നും ഒരു അക്ഷരം വിടുന്ന കണ്ടില്ലല്ലോ. പിന്നെ ഇപ്പോൾ ഇവിടെ നമ്മുടെ VD സതീശൻ ഇദ്ദേഹം പറഞ്ഞു 3-ാം തീയതി ഇവിടെ വന്ന് പിന്തുണ പ്രഖ്യാപിച്ചിട്ട് ആ ഒക്ടോബർ 14-ാം തീയതി കേരള നിയമസഭയിൽ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം അവതരിപ്പിച്ചവരാണ് നിങ്ങൾ. ഇടത് വലത് മുന്നണികൾ ഒരുമിച്ചായി കേരളത്തിൽ ഇന്ത്യ മുന്നണി ആ പ്രമേയം പാസ്സാക്കി. രണ്ടാമത്തെ കാര്യം. മൂന്നാമത് ഇവിടെ നിങ്ങൾ നാഴികയ്ക്ക് 40 വട്ടം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതിനിധി നാഴികയ്ക്ക് 40 വട്ടം നിങ്ങൾ പാലസ്തീൻ ഐക്യദാർഢ്യം നടത്തുന്നുണ്ട്. എന്തേ ഈ തൊട്ടടുത്തൊരു ബംഗ്ലാദേശ് നടക്കുന്നുണ്ടല്ലോ, ആ ബംഗ്ലാദേശിനെ കുറിച്ച് നിങ്ങൾക്കൊന്നും മിണ്ടാനില്ലേ? അവിടെ ആളുകൾ പീഡിപ്പിക്കപ്പെടുന്നില്ലേ? അത് പാലസ്തീനാണെങ്കിലും ബംഗ്ലാദേശിലാണെങ്കിലും മനുഷ്യൻ പീഡിപ്പിക്കപ്പെടുന്നത് എവിടെയാണെങ്കിലും അവിടെ പ്രതികരിക്കാനുള്ള സാമാന്യ മര്യാദ ഉണ്ടാകും. പിന്നെ കേരളത്തിലെ മതേതരത്വം നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ഞാൻ ഇതിന് നിങ്ങൾ കാണിക്കുന്ന ഈ മതേതരത്തിന് ഞാൻ ഇട്ടേക്കുന്ന പേൽ മതേതരത്വം എന്നാണ്. പിന്നെ വഖഫ് ബോർഡിനെ കുറിച്ച് അത് പറയാതെ പോകാതിരിക്കുന്നു. ഞാൻ വഖഫ് ഭേദഗതി നിയമത്തെക്കുറിച്ച് പഠിച്ചില്ല എന്നങ്ങ് പറഞ്ഞാൽ അങ്ങയുടെ വലിയ അറിവിനെ ഞാൻ മാനിക്കുന്നു. ഒരു കാര്യം ചോദിച്ചോട്ടെ, വഖഫ് ഭേദഗതി നിയമത്തിലെ ഏറ്റവും മുഖ്യ പ്രൊവിഷൻ ഒന്ന് സെക്ഷൻ 40 ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 1975 സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവനുസരിച്ച് അത് വിശ്വസിച്ചുകൊണ്ടാണ് ഈ വസ്തു 87 പർച്ചേസ് ചെയ്ത വസ്തു ചോദ്യത്തിന് വേണ്ടി മാത്രം നിങ്ങള് JPC അല്ല പറയട്ടെ അല്ല ഞാൻ അങ്ങ് സംസാരിച്ചപ്പോ ഞാൻ മിണ്ടിയില്ലല്ലോ. എഫക്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് JPCക്ക് ശേഷം JPC പരിഗണനയ്ക്ക് ശേഷം ബില്ല് പാർലമെന്റിൽ വരുമ്പോൾ മുനമ്പം ജനതയെ സംരക്ഷിക്കാനുള്ള നിയമനിർമ്മാണം അവിടെ ഉണ്ടാകുമോ എന്നുള്ളത് ഒരു ഒറ്റ കാര്യം കൂടെ പറയാം. ഇനി റെട്രോസ്പെക്റ്റീവ് എഫക്ട് ഇല്ല. ഒന്ന് പറഞ്ഞോട്ടെ സാർ, ഞാനൊന്ന് പറയട്ടെ സാർ. ഒന്ന് റെട്രോസ്പെക്റ്റീവ് എഫക്ട് ഇല്ല. പക്ഷേ വഖഫിന്റെ മുഴുവൻ ഭൂമികളും ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇതിന്റെ പരിഹാരമാണെന്ന് പറഞ്ഞപ്പോ ആ പരിഹാരത്തിന്റെ നിർദ്ദേശം അതിനകത്ത് ഞാൻ പറഞ്ഞത് മുനമ്പം വിഷയത്തിന്റെ പരിഹാരം റീ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് സിവിൽ പറയട്ടെ ജില്ലാ കളക്ടർക്ക് അവകാശം കൊടുത്തുകൊണ്ട് മുഴുവൻ വസ്തുക്കളുടെയും സിവിൽ ഡോക്യുമെന്റ്സ് രജിസ്ട്രേഷൻ ഡോക്യുമെന്റ്സ് ഉൾപ്പെടെ റീ രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ റീ രജിസ്ട്രേഷൻ ആവശ്യപ്പെട്ട് വന്നാൽ മാത്രം മുനമ്പം ജനത രക്ഷപ്പെടും. അത് മാത്രം മതി. പിന്നെ ഇവിടെ ഒന്ന് സൂചിപ്പിച്ചു പാലക്കാട് ഇലക്ഷന് ശേഷം പാർട്ടിയുടെ ദേശീയ നേതാക്കൾ 5 പേര് ഞാനൊന്ന് പറഞ്ഞോട്ടെ സാറേ, ഞാനൊന്ന് പറഞ്ഞപ്പോ നിങ്ങൾ പറയുന്ന മുഴുവൻ എനിക്ക് വിവരക്കേടുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങൾ അതിന് ഉത്തരം പറയുമ്പോ അത് പറയണ്ടേ. നിങ്ങൾ അവതരിപ്പിച്ച ബില്ലിൽ മുനമ്പം പ്രശ്നത്തിന് പരിഹാരമില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ ഇടയ്ക്ക് കയറി പറയേണ്ട പല സമയത്ത് ഞാൻ മിണ്ടാതിരുന്നു. ഞാൻ ഇടയ്ക്ക് കയറി പറയേണ്ട സമയത്ത് പാലക്കാട് ഇലക്ഷന് മുമ്പ് അല്ല പാലക്കാട് ഇലക്ഷന് മുമ്പ് BJP അവിടെ ആക്റ്റീവ് ആയിരുന്നു. പാലക്കാട് ഇലക്ഷന് ശേഷം ആക്റ്റീവ് അല്ല. പാലക്കാട് ഇലക്ഷന് ശേഷം അതിന് തൊട്ടു മുമ്പ് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാര് വരാപ്പുഴ അരമനെ വന്ന് പറഞ്ഞതാണോ അതിനുശേഷം KM ഷാജിയും ET മുഹമ്മദ് ബഷീറും പറഞ്ഞത്? അതിനുശേഷം VD സതീശൻ നിങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് നാളെ അവിടെ പോയി കൂട്ടിരിക്കാൻ പോകുന്ന നേതാവ് എന്താ ലീഗിനുമായിട്ട് തർക്കത്തിനില്ലാന്ന്. അപ്പം വഖഫിനെ വഖഫ് ഭൂമിയായി അത് മുനമ്പത്തെ വഖഫ് ഭൂമിയായി ആണ് എന്ന് പറഞ്ഞ ലീഗിനെ അത് ഞാൻ അവരോട് തർക്കത്തിനില്ല എന്ന് പറഞ്ഞപ്പോൾ മുനമ്പം ഭൂമി വഖഫ് ഭൂമിയാണെന്ന് VD സതീശൻ അംഗീകരിച്ചു. എന്നിട്ട് നാഴിക്ക് 40 വട്ടം അവിടെ ചെന്ന് അവര് മര്യാദക്കാരായതുകൊണ്ട് തല്ല് തന്നെ ഇറക്കി വിടുന്നില്ല എന്ന് മാത്രം വിചാരിച്ചാൽ ശരി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി ചോദ്യം ചോദിക്കാം. ഷിഷോൺ, ഇവിടെ ഇപ്പോൾ ഹിസ്ബുള്ള മുതൽ മുനമ്പം വരെ ലോകത്തെ വിവിധ കാര്യങ്ങളെ കുറിച്ച് സൂര്യന് താഴെയുള്ള വിവിധ കാര്യങ്ങളെ കുറിച്ച് അങ്ങ് അഭിപ്രായം പറഞ്ഞു. പുൽക്കൂടിനെ കുറിച്ച് കൂടി പറയണം. ഇവിടെ ഇപ്പൊ നോക്കൂ, ആരോപണ വിധേയമായിരിക്കുന്ന സംഘടന വിശ്വ ഹിന്ദു പരിഷത്താണ്. ആ സംഘടന ഏറ്റെടുത്തു കഴിഞ്ഞു. ഇന്നലെ ഈ ചർച്ചയിൽ വന്ന് ഞങ്ങൾ ചെറിയ കുട്ടികളിൽ മതം കുത്തിവെക്കുന്നത് കൊണ്ടാണ്, അത് മതപരിവർത്തനത്തിന്റെ തുടക്കമായതുകൊണ്ടാണ് ഞങ്ങൾ ഇടപെട്ടത് എന്ന് ആ സംഘടന സംസ്ഥാന തലത്തിൽ ഓൺ ചെയ്ത് കഴിഞ്ഞു. അവർ തള്ളിക്കളഞ്ഞിട്ടില്ല ആ ആക്രമണത്തെ. ആ സംഘടനയുടെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ് റിമാൻഡിലുള്ളത്. ഒന്നാമത്തെ കാര്യം, ഈ സംഘടന VHP എന്ന് പറയുന്നത് BJP പോലെ BMS പോലെ ABVP പോലെ പരിവാർ കുടുംബത്തിലെ RSS കുടുംബത്തിലെ ഒരു അംഗമാണ്. ഈ സംഘടന സ്ഥാപിച്ചിട്ടുള്ളത് RSSന്റെ രണ്ടാമത്തെ സർസംഘചാലക് കൂടി ചേർന്നാണ്. ഈ സംഘടനയുടെ
ഡിക്ലറേഷനായി ഈ സംഘടന 1964-65 കാലത്ത് രൂപീകരിക്കുമ്പോൾ അതിന്റെ ഡിക്ലറേഷനായി എസ് എ ആപ്തെ പറഞ്ഞ അവസാനത്തെ വാചകം ക്രിസ്ത്യൻ, ഇസ്ലാം, കമ്മ്യൂണിസ്റ്റ് തിന്മകളിൽ നിന്ന് ഹിന്ദു സമൂഹത്തെ രക്ഷിക്കാൻ തുടങ്ങിയ സംഘടനയാണിത് എന്നാണ്. അപ്പോൾ ക്രിസ്ത്യൻ തിന്മയിൽ നിന്ന് ഹിന്ദുക്കളെ രക്ഷിക്കാൻ തുടങ്ങിയ ഒരു സംഘടന അതിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ് പാലക്കാട് ചെയ്തത് എന്നാണ് നമ്മൾ കാണേണ്ടത്. അങ്ങനെ തന്നെയാണ് അതിന്റെ സംസ്ഥാന കമ്മിറ്റി, അതിന്റെ സംസ്ഥാന നേതൃത്വം അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതും. ആ വിഷയത്തിൽ എന്താണ് BJP നേതാവ് എന്നുള്ള നിലയിൽ താങ്കളുടെ അഭിപ്രായം? അതറിഞ്ഞാൽ കൊള്ളാം. ബാക്കി എല്ലാ കാര്യങ്ങളും താങ്കൾ പറഞ്ഞല്ലോ. ഇന്ന് അവരുടെ പ്രസ്താവന, ഇന്ന് ഔദ്യോഗികമായിട്ട് ആ സംഘടന ഇറക്കിയ പ്രസ്താവന ഞാൻ വായിക്കാം. പാലക്കാട് ഗവൺമെന്റ് സ്കൂളിൽ നടന്ന ക്രിസ്തു കരോളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സന്ദീപ് വാര്യരെ സംബന്ധിച്ചാണ് പറഞ്ഞത്. അത് ഞാൻ വിടുന്നില്ല. ക്രിസ്മസുമായി ബന്ധപ്പെട്ട ആഘോഷ ഭാഗമായി ഒരു വേഷത്തിൽ പാട്ടും നൃത്തമായ കുട്ടികളെ ഘോഷയാത്രയായി സ്കൂളിലേക്ക് പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ VHP കൊല്ലങ്കോട് ജില്ലാ ഇന്ന ആളുകൾ അവിടെ എത്തി ഗവൺമെന്റ് സ്കൂളിൽ ഇത്തരത്തിൽ മതപരമായ ചടങ്ങ് സംഘടിപ്പിക്കാൻ സർക്കാർ അനുവാദം തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അവിടെ നിന്നാണ് ആ പ്രശ്നം തുടങ്ങി. അവിടെ ഉണ്ടായ പ്രശ്നത്തെക്കുറിച്ചല്ല. ഈ BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ സംഘപരിവാർ സംഘടനകളുടെ രാഷ്ട്രീയ മുഖമാണ് BJP. മറ്റു സംഘടനകൾ ചെയ്യുന്നില്ല. മറ്റു സംഘടനകൾ CPM കാണിക്കുന്ന പോലെയല്ല. മറ്റു സംഘടനകൾ ചെയ്തത് തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയാനുള്ള ആർജവമുള്ള സംഘടനയാണ് ഞങ്ങൾ. ആ ആർജവം ഞങ്ങൾ കാണിക്കുന്നു. ഈ പാർട്ടിയുടെ സമുദ്രമായ മുഴുവൻ നേതാക്കളും അവർ ചെയ്തത് തെറ്റാണ് എന്ന് പറയുകയും നിയമ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞു. അതിനപ്പുറത്തോട് ഞങ്ങൾ എന്താ ചെയ്യുക? ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നെ. നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും അത് ചെയ്തത് തെറ്റാണെന്ന് പറയുകയും ചെയ്തു. ഇന്നലെ കട്ടപ്പനയുടെ പാവപ്പെട്ട സാബു ആത്മഹത്യ ചെയ്തു. ഈ നിമിഷം വരെയും ആ സാബുവിനെ ആത്മഹത്യയെ കാരണക്കാരൻ തെറ്റാന്ന് വടക്കുംതറ അനിൽകുമാർ BJPയുടെ മണ്ഡല സെക്രട്ടറി ആയിരുന്നു. ബജ്രംഗ് ദളിന്റെ ജില്ലാ സംയോജകൻ, BJPയുടെ OBC മോർച്ചയുടെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു. അപ്പൊ BJPയുടെ റാങ്ക് ആൻഡ് ഫയലിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ് ഇവർ. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. വിശ്വ ഹിന്ദു പരിഷത്തിൽ നിന്നുള്ള നേതാക്കൾ BJPയിൽ MP-മാരും പാർലമെന്റേറിയന്മാരും ആകാറുണ്ട്. ഇപ്പോൾ നോക്കൂ, ഇവർ തന്നെ ഇപ്പോൾ ഈ VHPയുടെ ജില്ലാ സെക്രട്ടറിയായും ബജ്രംഗ് ദളിന്റെ ജില്ലാ സംയോജകരായും പ്രവർത്തിക്കുന്ന രണ്ടുപേരും, ഒരാൾ BJPയുടെ മണ്ഡല സെക്രട്ടറിയായും ഒരാൾ OBC മോർച്ചയുടെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഇപ്പോ ഒരു സമയത്ത് VHP, ചിലപ്പോ BJP ആവും. ഒറ്റ കുടുംബത്തിലുള്ള ആളുകളാണെന്ന്. 16 കോടി മെമ്പർഷിപ്പ് ഉണ്ട് BJPക്ക്. ഒറ്റ കുടുംബത്തിലെ അംഗങ്ങളാണ്. 16 കോടി മെമ്പർഷിപ്പ് ഉണ്ട് BJPക്ക്. 16 കോടി മെമ്പർഷിപ്പ് ഉള്ള രാഷ്ട്രീയ പാർട്ടിയിൽ ഏറെക്കുറെ 52-54 പോഷക സംഘടനകളുണ്ട്. ആ എല്ലാ സംഘടനകളും ഏതെങ്കിലും ജില്ലയിൽ ഏതെങ്കിലും ഒരു താലൂക്കിൽ നിലപാട് മുഴുവൻ BJPയുടെ ദേശീയ തലത്തിലുള്ള BJPയുടെ ദേശീയ നിലപാട് BJPയെ പോലെ തന്നെ സംഘകുടുംബത്തിലുള്ള ഒരു പ്രസ്ഥാനമാണ്. BMS, ABVP എന്നൊക്കെ പറയുന്നത് പോലെ സംഘകുടുംബത്തിലെ ഒരു പ്രസ്ഥാനമാണ് CBCയുടെ ഇന്നലത്തെ പരിപാടിയിൽ പങ്കെടുത്ത വ്യക്തിയാണ്. പ്രധാനമന്ത്രിയുടെ പ്രസംഗം നേരിട്ട് കേട്ട വ്യക്തിയാണ്. ആ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ എന്താണ് ക്രൈസ്തവ സമുദായത്തോടും ന്യൂനപക്ഷങ്ങളോടുമുള്ള പാർട്ടിയുടെ നിലപാട് എന്ന് ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി, BJPയുടെ സമുന്നതനായ നേതാവ്, BJPയുടെ നിലപാട് ഇന്നലെ CBCയുടെ യോഗത്തിൽ കൃത്യമായി വ്യക്തം. ആ പ്രസംഗം ഒന്നെടുത്ത് കേട്ടാൽ മതി. അതാണ് ഞങ്ങളുടെ നിലപാട്. ആ നിലപാടിന് ഇവിടുത്തെ ക്രൈസ്തവ സഭാ നേതൃത്വം പൂർണ്ണമായി അംഗീകരിക്കുന്നതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അങ്ങോട്ടേക്ക് ക്ഷണിച്ചത്, അദ്ദേഹത്തെ സ്വീകരിച്ചത്, അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ കരഘോഷങ്ങളോടുകൂടി സ്വീകരിച്ചത്. ഞാൻ ഉണ്ടായിരുന്ന പരിപാടിയിൽ. ശരി ഓക്കെ. ഇവിടെ നോക്കൂ ശ്രീ രാജു പിതാർ, CBCI പ്രധാനമന്ത്രിയെ ക്ഷണിച്ചതാണ്. വളരെ സമയമെടുത്ത് പ്രധാനമന്ത്രി ആ പരിപാടിയിൽ പങ്കെടുക്കുകയും ക്രിസ്മസിന്റെ തലയ്ക്ക് തലേന്ന് CBCI ആസ്ഥാനത്ത് പരിപാടിയിൽ പങ്കെടുക്കുകയും ഇംഗ്ലീഷിലും ഹിന്ദിയിലും പ്രസംഗം നടത്തുകയും ചെയ്തു. ആൻഡ്രൂസ് താഴത്ത് പിതാവ് പറഞ്ഞത് ഇംഗ്ലീഷിൽ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി, ഹിന്ദി പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ഇംഗ്ലീഷിൽ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ പ്രധാനമന്ത്രി ക്രൈസ്തവരോട് അനുഭാവപൂർണ്ണമായ സമീപനം സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒപ്പം ഞങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട് എന്നും പറയുന്നു. അപ്പോൾ സഭാ നേതൃത്വങ്ങൾക്ക് പ്രശ്നമില്ല, സംഘടനകൾക്ക് പ്രശ്നമില്ല, കാസയ്ക്ക് പ്രശ്നമില്ല. അപ്പോൾ ബാക്കിയുള്ളവർക്കാണോ പ്രശ്നം എന്ന മട്ടിലായിരിക്കും നാളെ. ഞാൻ പറയാം, ഇവിടെ 16 കോടി BJP അംഗങ്ങളുടെ കണക്കുകളല്ല ഇവിടെ സൂചിപ്പിക്കേണ്ടത്. ദൗർഭാഗ്യവശാൽ ഞാനും BJPയുടെ ഒരു അംഗമായി പോയതാണ്, വേറൊന്നും കൊണ്ടല്ല. ഞാൻ എയർടെലിൻ്റെ ഒരു കണക്ഷൻ എടുക്കാൻ വേണ്ടി ഫോൺ ചെയ്തതാണ്. അപ്പോഴത്തേക്ക് എനിക്കൊരു മെസ്സേജ് തോന്നുന്നു, താനും BJPയുടെ അംഗമാണെന്ന് പറഞ്ഞു. ഞാൻ അതിന് നിയമ പോരാട്ടം നടത്തിയിട്ടാണ്, ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെ അതിൻ്റെ പരാതി കിടപ്പുണ്ട്. അപ്പോൾ 16 കോടി അംഗങ്ങളുടെ കണക്ക് അവിടെ മാറി നിൽക്കട്ടെ. ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ നേരെ എതിർവശത്തൊരാളിപ്പോൾ ആരെന്നറിയോ? പ്രതാപ് സാരംഗി ഇല്ലേ? ആരാ പ്രതാപ് സാരംഗി? ഗ്രഹാം സ്റ്റെയിൻസിനെ VHPയുടെ ബജ്രംഗ് ദളിന്റെ പ്രവർത്തകർ ഉൾപ്പെടെ കൊലപ്പെടുത്തിയപ്പോൾ
അതിന് സഹായം ചെയ്ത പ്രതാപ് സാരംഗിയുടെ മുഖത്ത് നോക്കിയിട്ട് ക്രിസ്തീയ വചനം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഷോൺ ജോർജ്? അതാ പറഞ്ഞത്. നിങ്ങൾ പ്രതാപ് സാരംഗിക്കും ഷോൺ ജോർജിനും PC ജോർജിനും ഒക്കെ ജോർജ് കുര്യനെ കിട്ടുന്ന പ്രിവിലേജ് ഇല്ലാത്ത ക്രിസ്തീയ സഹോദരന്മാരെ കുറിച്ച് ഞങ്ങൾ പറയുന്നത്. മനസ്സിലല്ലേ? നിങ്ങൾ ഈ പറയുന്ന ആട്ടിൻ തോലിട്ട ചെന്നായകൾ പറയുന്ന ഈ സാരംഗിയുടെ മുഖത്ത് നോക്കിയാ പറയുന്നത്. ഞാൻ പറഞ്ഞേ, ഷോൺ ജോർജ് അങ്ങ് പറഞ്ഞപ്പോ ഞാൻ മിണ്ടായിരുന്നല്ലോ, അങ്ങ് പറഞ്ഞപ്പോ മിണ്ടാതിരുന്നല്ലോ, അങ്ങ് പറഞ്ഞപ്പോ മിണ്ടാതിരുന്നല്ലോ, അങ്ങ് പറഞ്ഞപ്പോ മിണ്ടാതിരുന്നല്ലോ. മര്യാദ കാണിക്കൂ, മര്യാദ കാണിക്കൂ, മര്യാദ കാണിക്കൂ. സംഘപരിവാറിന്റെ സ്വഭാവം ഇവിടെ കാണിക്കല്ലേ? ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. പിന്നെ മുനമ്പം ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഷൈജു ആന്റണി ചോദിച്ചു ഈ ഞാൻ പറയട്ടെ, ഈ നിങ്ങൾ മിണ്ടാതിരിക്കൂ, ഞാൻ പറയട്ടെ. മുസ്ലിം വഖഫിനകത്ത് കളക്ടറെയും അമുസ്ലിങ്ങളെയും കൊണ്ടുപോയിരുത്തി കഴിഞ്ഞാൽ മുനമ്പത്തെ സർക്കാരിന്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്നാണോ? ഇവർ തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ? ഇവർ ഇത് മുഴുവൻ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുക. ഈ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ കാസയാണ്. ഇന്ന് കാസയ്ക്കെതിരെ ഒരു ക്രിമിനൽ കേസ് ഉണ്ടെന്ന് ഷോൺ ജോർജിന് ചോദിക്കാൻ കഴിയുന്നുണ്ട്. കാരണം എന്നറിയോ? ഞാൻ ആദ്യഘട്ടത്തിൽ CPM-നെതിരെ ഒരു അക്ഷരം വേണ്ടിയില്ല. കാരണം BJP-ക്കും ഈ VHP-ക്കും എതിരായിട്ട് സംസാരിക്കുമ്പോൾ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി CPM-നെ വലിച്ചെടുക്കേണ്ടതെന്ന് ഞാൻ വിചാരിച്ചാണ്. പക്ഷെ നോക്കൂ, ആ നമ്മുടെ ഇദ്ദേഹം സംസാരിച്ചപ്പോൾ നോക്കൂ, ഈ VHP-യെ കുറിച്ചും ബജറംഗ് കുറിച്ചും കാസയെ കുറിച്ചും ഒരക്ഷരം വേണ്ടിയില്ല. പകരം പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയും SDP-യും കോൺഗ്രസിനെയും കുറിച്ചാണ്. ഈ മധ്യ കേരളത്തിൽ കാസയെ ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്തീയ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കി BJP-ക്ക് നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് പിണറായി വിജയന്റെ രാഷ്ട്രീയമാണ്. ഞാൻ ഇപ്പൊ തുറന്നു പറയുന്നു, പിണറായി വിജയന്റെ രാഷ്ട്രീയമാണ്. ഈ രാജ്യപേട്ടയിൽ നിർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടായപ്പോൾ ആ സംഭവത്തിൽപ്പെട്ടവരെല്ലാം ഒരു മതത്തിൽപ്പെട്ടവരാണെന്ന് BJP-യുടെയും RSS-ന്റെയും നേതാക്കന്മാർ പറയുന്ന ഭാഷയിൽ പിണറായി വിജയൻ എന്ന വർഗീയവാദി RSS-കാരൻ ഇവിടെ നിന്ന് പറഞ്ഞതാണ്. കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയാ പറഞ്ഞത്. ഒരു കുറ്റകൃത്യം നടന്നിട്ടുള്ള കുറ്റക്കാർ ഒരു സമുദായത്തിൽപ്പെട്ടവരാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? മധ്യ കേരളത്തിൽ ഈ ക്രിസ്തീയ സഭകൾക്കകത്ത് മുഴുവൻ ഭിന്നിപ്പുണ്ടാക്കാൻ നോക്കുന്നത് CPM ആണ്. BJP-യുടെ ഒപ്പം ചേർന്നുകൊണ്ട് കാസക്കെതിരെ ഒരക്ഷരം ഇവിടെ മാഷ് വേണ്ടിയോ? ഒരക്ഷരം വേണ്ടിയോ കാസക്കെതിരെ? ഈ വിഷയത്തിൽ മുഴുവൻ പറയേണ്ടത് അഭിലാഷ് വായിച്ച പ്രസ്താവനയുടെ ഏറ്റവും വലുതാ പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യം, സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യം. ഹിസ്ബുള്ളയുടെ നേതാവിനെ എന്നെ നിരന്തരമായി തടസ്സപ്പെടുത്തരുത്. എന്നെ നിരന്തരമായി ഷോൺ ജോർജ് എക്സ്ട്രീമിസം എന്നാണ്. ശരി ശരി, ഓക്കെ. ഇനി ഇവിടെ രാജു പി നായർ ഉന്നയിച്ച വിഷയത്തിന് സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള നിലപാട് വേണമല്ലോ. സമയവും പോയി, എനിക്ക് ചർച്ച അവസാനിപ്പിക്കണ്ടേ? കാസ പറയുന്ന പ്രത്യേക രാഷ്ട്രീയ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യം, ആ രാഷ്ട്രീയ സാഹചര്യം പിണറായി വിജയൻ ഉണ്ടാക്കുന്നതാണ്. ശരി, ഓക്കെ ഓക്കെ ഓക്കെ. ശ്രീ പ്രകാശം മാസ്റ്റർ, ഇനിതാ ഇപ്പോൾ ഈ വാദത്തിന് അല്ലെങ്കിൽ ഈ ആരോപണത്തിന് താങ്കളാണ് മറുപടി പറയേണ്ടത്. പോപ്പുലർ ഫ്രണ്ടിനെ വിമർശിക്കുന്നു, ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുന്നു, ഞങ്ങൾ എല്ലാ മതമൗലികവാദികളെയും വിമർശിക്കുമെന്ന് അവകാശപ്പെടുന്നു. എന്തുകൊണ്ടാണ് കാസയെ ഒരു പൂവ് കൊണ്ടുപോലും നോവിക്കാത്തത് എന്നുള്ളതാണ് ചോദ്യം. എന്തുകൊണ്ടാണ് മധ്യ കേരളത്തിലും ക്രിസ്ത്യൻ മേഖലയിലുമൊക്കെ വലിയ തോതിൽ മിലിറ്റന്റായി സംഘടിപ്പിക്കപ്പെടുന്ന ഫേസ്ബുക്കിലും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലും ആണെങ്കിൽ പോലും, ഞാൻ പറഞ്ഞത് കായികമായോ പൊതുനിരത്തിലോ അല്ല കേട്ടോ, ആ നിലയിൽ ആശയപ്രചാരണം നടത്തുന്ന ആളുകളെ IT ആക്ടോ മറ്റേതെങ്കിലും നിയമമോ ചുമത്തി ഏതെങ്കിലും തരത്തിലൊരു കേസിൽ പോലും പ്രതിയാകാത്തത് എന്തുകൊണ്ടാണ്? കാസയോട് തൂവൽ സ്പർശം, അങ്ങനെ ഇപ്പോ ഷോൺ ജോർജിന് കാസക്കെതിരെ ഒരു കേസുണ്ടോ എന്ന് ചോദിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? സർക്കാരിനും CPM-നും ഈ സംഘടനയോട് അങ്ങേയറ്റം അനുഭാവപൂർണമായ സമീപനമാണോ? പറയൂ മറുപടി. അവരൊരു പ്രിയ സുഹൃത്തെ, അവരൊരു ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഇടപെടുന്ന സംഘടനയല്ല. ശരി, പറയൂ. പ്രകാശം മാഷ് പറയേണ്ട ഉത്തരവാണ്. ശരി, അല്ല പ്രകാശം മാഷാണ് പറയേണ്ടത്. കാരണം സർക്കാരിന്റെ കാര്യമല്ലേ, ഗവൺമെന്റ് അല്ലേ കേസ് എടുക്കുന്നത് മറ്റൊക്കെ. പറയൂ പ്രകാശം മാഷ്, പറയൂ. സർക്കാർ പറയട്ടെ, സർക്കാർ ഇവിടെ രാജു പി നായർക്ക് ഈ തെറി പറയാനുള്ള പ്രത്യേക ലൈസൻസ് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കേരളത്തിലെ മുഖ്യമന്ത്രിയെ എങ്ങനെ അധിക്ഷേപിക്കാൻ അദ്ദേഹത്തിന് ആരുടെ ലൈസൻസ് കൊടുത്തതെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ, അല്ലാതെ ഞങ്ങളുടെ മാത്രമൊന്നുമല്ല. കേരളത്തിലെ
അവിടെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഈ ചർച്ചയിൽ പറഞ്ഞേക്കരുത്. പിന്നെ നിങ്ങൾ ആൾ കേൾക്കുന്നുണ്ടല്ലോ, പിണറായി വിജയൻ വർഗീയവാദി എന്ന് പറയാൻ, പിണറായി വിജയൻ വർഗീയവാദി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന സമയത്ത് ഞാനൊരു വർത്തമാനം പറഞ്ഞിട്ടില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വർഗീയവാദി എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് ഒരു അധികാരമില്ല. ഇവിടെ ഇന്ത്യ രാജ്യത്ത് വർഗീയവാദത്തെ ചെറുക്കുന്ന ആരാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇവിടെ വർഗീയവാദികളെ ചെറുക്കുന്ന ആരാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. ഇവിടെ അദ്ദേഹത്തിന്റെ തലക്ക് വില പറഞ്ഞ ഒരു പ്രസ്ഥാനമല്ലേ RSS, അതറിയാതിരിക്കുന്ന ആരാ? പിന്നെ ഈ കേരളത്തിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ പ്രവർത്തനം സംബന്ധിച്ചാണ്. ജമാഅത്തെ ഇസ്ലാമിയെയും അത് SDPയെയും കൂട്ടുപിടിക്കുന്ന നിലപാടിനെ സംബന്ധിച്ച് വിശ്വഹിന്ദു പരിഷത്ത് മെച്ചപ്പെട്ടതാണ് ഞാൻ പറഞ്ഞോ. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വലിയ ആളുകളെ കൊന്ന കത്തി RSSന്റെ കത്തിയാണ്. പറയുന്ന ആളുകളിലേക്ക് തീവ്രവാദ സംഘടനയുണ്ട്. പറയൂ, ഒന്നാ വാക്കു പറയൂ പ്രകാശ് മാഷേ, ഒന്നാ വാക്കു പറയൂ കാസ എന്ന് ദയവ് ചെയ്ത്. നീ പറഞ്ഞടാ നീ നിങ്ങൾ പറഞ്ഞിട്ട് വേണം ഞാൻ പറയാൻ വേണ്ടിട്ട്. കാസിയെ സംബന്ധിച്ചൊക്കെ നിങ്ങൾ പറയുന്നതിനേക്കാൾ കാസിയെ പറ്റിയല്ലോ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ചെവി കേൾക്കില്ലേ? നിങ്ങൾക്ക് ചെവി കേൾക്കില്ലേ? ഞാൻ കാസിയെ പറ്റിയാ പറയുന്നത്. ഈ കേരളത്തിനകത്ത് ഈ ഇസ്ലാമോഫോബിയ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കാസി എന്നുള്ളത് നിങ്ങൾക്ക് മുമ്പേ ഞങ്ങൾക്ക് അറിയാം. ഞങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് നിങ്ങൾക്കറിയാം. ഞങ്ങളെ എതിർക്കാൻ വേണ്ടിയിട്ടാണ്. ക്രിസ്ത്യാനികൾ ഞങ്ങളുടെ കൂടെ വരാൻ പാടില്ല എന്ന് വരാനും, അതുപോലെ ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് മൊത്തത്തിൽ ന്യൂനപക്ഷങ്ങൾ BJP വരുമ്പോൾ കോൺഗ്രസ് ഇവിടെ ക്രിസ്ത്യാനികളും അതുപോലെ മുസ്ലിങ്ങളും യോജിക്കാൻ പാടില്ല എന്ന അജണ്ട നടപ്പിലാക്കാനും ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് കാസി എന്നുള്ളത് കോൺഗ്രസിനേക്കാൾ ഞങ്ങൾക്കറിയാം. ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചോദിക്കേണ്ട വിഷയമല്ല. ഞങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പങ്ക് എന്ന് കൃത്യമായിട്ട് അറിയാം. കാസിയെ പോലും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു. എന്തിനു വേണ്ടിയാ? ഇവിടെ BJPക്കെതിരെ ഒരു യോജിപ്പ് ഉണ്ടാകാൻ പാടില്ല. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒന്നിച്ച് BJPക്കെതിരെ വരാൻ പാടില്ല. അതിനുവേണ്ടി കാസിയെ പോലും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയല്ലേ? ജമാഅത്ത് ഇസ്ലാമി പ്രോത്സാഹിപ്പിക്കുകയല്ലേ? അതുപോലെ SDPയെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് കിട്ടാൻ പാടില്ല, ഇടതുപക്ഷ മനസ്സ് ഈ കേരളത്തിൽ ഇല്ലാതാക്കണം, ഇതിനു വേണ്ടിയിട്ടല്ലേ? അതിനെ ദുരന്തമാണ് കേരളം അനുഭവിക്കുന്നത്. ഇവിടെ ഈ കേരളത്തിൽ ഇടതുപക്ഷത്തിന് മുൻകൈയിൽ ഉണ്ടാക്കിയിരിക്കുന്ന മതനിരപേക്ഷത നിങ്ങളുടെയും BJPയുടെയും അതുപോലെ കാസിയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും SDPയുടെയും നേതൃത്വത്തിൽ തകർക്കപ്പെടുകയാണ്. ഉത്തരവാദി നിങ്ങൾ കൂടിയാണ്. ഒഴിഞ്ഞു മാറാൻ വേണ്ടി കഴിയില്ല. പരസ്പരം ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ എല്ലാ മതത്തെയും മാനിക്കും. മതവർഗീയവാദികൾ ഏതായാലും ഞങ്ങൾ എതിർക്കുകയും ചെയ്യും. ഞങ്ങൾക്ക് അതിന് ഒരാളുടെയും ആവശ്യമില്ല എന്നുള്ളതാണ് നിലപാട്. ശരി, ഓക്കെ, ചർച്ച അവസാന ഘട്ടത്തിലാണ്. ഷൈജു ആന്റണി, ഈ സ്നേഹ സന്ദേശ യാത്ര എന്ന പേരിൽ BJP ഒരു ക്രിസ്ത്യൻ ഔട്ട്റീച്ച് നടത്തുന്ന സമയത്താണ് ഈ വിവാദം വന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ക്രൈസ്തവ പിന്തുണ കഴിഞ്ഞ തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം BJPക്ക് ജയിക്കാൻ നിർണായകമായിട്ടുള്ള ഒരു ഘടകമായിരുന്നു. കേരളത്തിൽ ക്രൈസ്തവർ BJPക്ക് വോട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ CBI സന്ദർശനവും ഈ സ്നേഹ സന്ദേശ യാത്രയും ഒക്കെ ഈ VHPയുടെ ഇത്തരം കാര്യങ്ങളെയൊക്കെ ഔട്ട്ഷൈൻ ചെയ്ത് കൂടുതൽ ക്രിസ്ത്യാനികളുടെ വിശ്വാസം നേടാനാണോ സാധ്യത? എന്ത് തോന്നുന്നു താങ്കൾക്ക്? പ്രത്യേകിച്ച് ബിഷപ്പുമാർക്ക് അത്ര കടുത്ത വിമർശനമൊന്നുമില്ല ഇത്തരം കാര്യങ്ങളിൽ. അഭിലാഷ, ഒരു കാര്യം ഞാൻ പറയാം. BJP എത്ര കണ്ട് പരിശ്രമിച്ചാലും അത് അതിൻ്റെ യഥാർത്ഥ മുഖമെന്ത് എന്നുള്ളത് വിശ്വാസികൾക്കിടയിൽ ആഴത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി വന്നിരിക്കുന്നു. തുടക്കത്തിൽ ഈ കാസ എന്ന് പറയുന്ന സംഘടന BJPയുടെ ഒരു ഫ്രിഞ്ച് എലമെൻ്റ് ആണെന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. പറയുന്ന സമയത്ത് എനിക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു കാസയും ഷോൺ ജോർജും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ടെന്ന്. അത് ഷോൺ ജോർജ് തന്നെ പിന്നീട് തുറന്നു പറഞ്ഞതിന് വളരെയധികം സന്തോഷമുണ്ട്. ഷോൺ ജോർജ് മാത്രമല്ല, BJPയിലെ പ്രമുഖ നേതാക്കൾക്ക് എല്ലാവർക്കും കാസയുമായി വളരെ അടുത്ത ബന്ധമുണ്ടെന്നൊക്കെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് അറിയാം. അല്ലല്ല, സമ്മതിച്ചു വിട്ടോളൂ. ഞാൻ പറഞ്ഞത് നിങ്ങൾ കാസയുടെ മെമ്പറായിട്ടാണോ BJPയുടെ മെമ്പറായിട്ടാണോ ഇതിനകത്ത് ഇരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. എന്തെങ്കിലും ആവട്ടെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. കാസയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ മുഴുവൻ എടുത്ത് വായിച്ചു നോക്കുക. ആ ഫേസ്ബുക്ക് പോസ്റ്റുകൾ മുഴുവനും
ഏതെങ്കിലും ഒരു ഇതര മതവിദ്വേഷം പടർത്തുന്നതല്ലേ എന്ന് സംശയം നിങ്ങൾക്കുണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങളുടെ മതേതര മനസ്സിന് എന്തോ കുഴപ്പമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളത് ആദ്യം എടുത്ത് വായിച്ചു നോക്കുക. നിങ്ങൾ പറയുന്നത് പോലെ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി, ഒരാളെ കൊല്ലുന്നു, അല്ലെങ്കിൽ ജോസഫ് മാഷിന്റെ കൈവെട്ടിയതുപോലെ കൈവെട്ടുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യുന്നു, അത് മാത്രമാണ് ക്രിമിനൽ ആക്ടിവിറ്റി എന്ന് കരുതിയിരുന്ന കാലം കഴിഞ്ഞു. വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്നത് കൃത്യമായും ഒരു ക്രിമിനൽ ആക്ടിവിറ്റി തന്നെയാണ്. ഷോൺ ജോർജ്, നിങ്ങൾക്ക് ഇത്തരം പോസ്റ്റുകൾ വായിച്ചിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് എല്ലായിടത്തും ഒരു അപരമത വിദ്വേഷം പടർത്തുന്ന ഒരു വിഷയം കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു കുഴപ്പവും തോന്നുന്നില്ല എന്നുള്ളത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നില്ല. ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു പ്രധാന ശരി ലീഗ് പറയുന്നുണ്ടോ? ശരി, എന്തായാലും നമ്മുടെ സമയം അവസാനിച്ചിരിക്കുന്നു. വളരെ നന്ദി 4 പേർക്കും. നാളെ തിരുപ്പിറവിയുടെ എല്ലാ ഓർമ്മകളും വെച്ചുകൊണ്ടുള്ള ക്രിസ്മസിന്റെ വലിയ ആഘോഷമാണ്. സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നുള്ളതാണ് ക്രിസ്മസ് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശവും. അത് വർഗീയതയൊന്നുമില്ലാതെ എല്ലാവരും സന്മനസ്സോടുകൂടി സമാധാനത്തിൽ പുലരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.